Good afternoon. Good afternoon. Good afternoon, miss. സ്ക്രീനിനൊക്കെ നല്ല വ്യത്യാസം എന്തൊക്കെയോ പോലെ അല്ലേ? ആണോ? ഒരു സ്ക്വയറില് അതെന്താ ഞാൻ റീഫ്രെയിം ചെയ്തു, കറക്റ്റ് സെന്ററിൽ ഞാൻ വരും. കുറെ അപ്ഡേഷൻ ഉണ്ട്. ഞാൻ അതൊക്കെ ഒന്ന് ഒരു പരീക്ഷണം നടത്തുമായിരുന്നു കുറച്ചു മുമ്പ്. ഏതായാലും നന്നായിട്ട് കാണാം. വൈകി പോയി. അതാണ്. കഴിയാറായില്ലേ? ശരി. Okay, good afternoon. Once again, good afternoon to all. Before the prayer, കുറെ പേർക്ക് എന്തൊക്കെയോ സംശയങ്ങൾ റെക്കോർഡ് റൈറ്റിംഗിലൊക്കെ ഉണ്ട്. കുറെ മെസ്സേജിന് ഞാൻ റിപ്ലൈ ചെയ്തു, കുറെ ഒന്നും ഞാൻ റിപ്ലൈ ചെയ്തില്ല. അപ്പൊ ക്ലാസ്സിൽ അങ്ങ് പറയുവാണെങ്കിൽ കുറെ കൂടെ ഈസി ആവും. മീൻസ് ഇത് ക്ലാസ് കഴിഞ്ഞ് പുറത്തു പോയവരെന്ന് പറഞ്ഞാൽ അവര് ചോദിച്ചാൽ നമുക്ക് പേഴ്സണലി പറയേണ്ടതായിട്ട് വരും. അതേസമയം ഓൺഗോയിങ് ക്ലാസ് ആവുമ്പോൾ അതങ്ങ് ക്ലാസ്സിൽ പറയുവാണെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടെ ഹെൽപ്ഫുൾ ആകുമല്ലോ. സോ we will clarify all the doubts. So we can start our prayer, please. Good afternoon, Miss. Prayer. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകനേ ഞങ്ങൾക്കെപ്പോഴും. പാരിലാലംബഹീനരായോരെ സേവിപ്പാൻ ശക്തി നൽകണം. സത്യധർമാദി സൽഗുണങ്ങളെ ജീവിതം ധന്യമാക്കണം. ബുദ്ധനും മഹാവിഷ്ണുവും യേശുക്രിസ്തുവും നബിയല്ലാഹും എല്ലാമേകമാണെന്ന വേദാന്തം ഞങ്ങളിൽ ദൃഢമാക്കണം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകനേ ഞങ്ങൾക്കെപ്പോഴും. Okay, today's thought: the greatest gifts we can give our children are the roots of responsibility and the wings of independence. നമ്മുടെ കുട്ടികൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങൾ ഉത്തരവാദിത്വത്തിൻ്റെ വേരുകളും സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകളുമാണ്. ഇതാരാ പറഞ്ഞെന്നറിയോ? മോണ്ടിസോറി. മോണ്ടിസോറി. Yes, Maria Montessori. Thank you. Okay, very good. Okay, today signing. മദീനത്ത് മാനത്ത് പാറുന്ന പൈങ്കിളി ഒരു ഇതിഹാസത്തിൻ കഥ പറഞ്ഞു. അതു കേട്ട് ഈണങ്ങൾ ചേർത്തന്ന രാക്കിളി മഹ്മൂദനൂറിന്റെ മദ്ഹ് പാടി അനുരാഗപതി അവിരാമസ്തുതി അതിൻ്റെ അമ്പിളി അഴകാം വാർമതി ആരംഭമേ നബി. മദീനത്ത് മാനത്ത് പാറുന്ന പൈങ്കിളി ഒരു ഇതിഹാസത്തിൻ കഥ പറഞ്ഞു. അതു കേട്ട് ഈണങ്ങൾ ചേർത്തന്ന് രാക്കിളി മഹ്മൂദനൂറിന്റെ മദ്ഹ് പാടി. കഥയിലൊലാരംഭ സ്നേഹപദാനം അനുരാഗ പല്ലവികൾ കനകമതി ജലിലാരോഹണത്തിൻ അതിരാത്ര വെൺശ്രുതികൾ കലമാൻ പേടയും കരയും വേദിയും കമലിൽ വാർന്നതും നബി തിരുമേനിയിൽ വാഴ്ന്ന ഈ ലോകം. മഴയായത് തന്നെ കുട്ടികളൊക്കെ വീട്ടിലുണ്ടല്ലേ?
സഫിയയുടെ ഏത് ബേബി ഏത് പാടിയത്? സഫിയയുടെ വലിയ മോനാന്ന് തോന്നുന്നു. റഹ്മത്തുൽ ആലമീൻ ത്വാഹ റസൂൽ. അതു കേട്ട് ഈണങ്ങൾ ചേർത്തന്ന് രാക്കിളി മഹമൂദ് നൂറിന്റെ മദ്ഹ് പാടി. ഓക്കെ, വെരി നൈസ്, വെരി ഗുഡ് മോനോ. കാണാൻ പറ്റിയില്ലല്ലോ. ഡീറ്റെയിലുള്ള ഏത് മോനാണ്? അവന് ലീവിന് വന്നാണ് 2 ദിവസം. അപ്പൊ ഞാന് മെല്ലെ അപ്പൊ മെല്ലെ അവന്റെ അടുത്ത് ഒന്ന് പാടിക്കോ പറഞ്ഞു. എവിടെ പഠിക്കണേ സഫിയ? അവന് ഖുർആന് ഹാഫിളാകാൻ വേണ്ടിട്ട് ഖുർആൻ ഫുള്ളായിട്ട് പഠിക്കാൻ എവിടെയാ പോകുന്നേ? ലീവിന് വന്നു ഹാർട്ടായിട്ട് പഠിക്കാൻ വേണ്ടിട്ട്. എവിടെയാണ് സ്ഥലം? എവിടെയാ പഠിക്കുന്ന സ്ഥലം? കോളേജ് പാലക്കാട് ഹസനിയ എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട്. അവിടെ തന്നെയാണ് പഠിക്കുന്നത്. അവിടെ തന്നെ താമസിച്ചിട്ട് അവിടെ തന്നെ. അതെ, 8ാം ക്ലാസ് ആണ്. മലപ്പുറത്തും അതുപോലെ ഒരു താമസിച്ച് ഇതുപോലെ പഠിക്കുന്ന ഒരു സ്ഥലമില്ലേ? അത് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, ഇതുപോലെ ഞാൻ. ഓക്കെ, സോ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യുന്നതിന് മുമ്പ്, അതായത് വൈവയ്ക്ക് വരുമ്പോൾ എല്ലാവരുടെ കൺഫ്യൂഷൻ അതാ. വൈവയ്ക്ക് വരുമ്പോൾ ഞങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ട് വരണം എന്നൊരു കൺഫ്യൂഷൻ. ഫുൾ ഞങ്ങൾ പഠിക്കണോ അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് വന്നു. നിങ്ങൾക്കൊരു PDF തന്നിട്ടുണ്ട്, തിയറിയുടെ സ്പ്ലിറ്റപ്പും പ്രാക്ടിക്കൽസിന്റെ സ്പ്ലിറ്റപ്പും അല്ലെ? അതിൽ നമുക്ക് ടീച്ചിങ് പ്രാക്ടീസ് എന്നൊരു സെഷൻ ഉണ്ട്. ടീച്ചിങ് പ്രാക്ടീസ് പ്ലസ് വൈവ എന്നാ കൊടുത്തിരിക്കുന്നത്. അതിൽ ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തു, അവിടെ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഏത് ക്ലാസ്സിലാണ്, എത്ര ദിവസം ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കും. ഇനി അപ്പൊ വിചാരിക്കും ടീച്ചിങ് പ്രാക്ടീസിന് പോവാത്തവർക്ക് അവിടെ മാർക്ക് കുറയുന്നു. ഇല്ല, ടീച്ചിങ് പ്രാക്ടീസിന് പോകാത്തവരോട് അവർക്കൊരു വിർച്വലി ഒരു ടീച്ചിങ് പ്രാക്ടീസിന്റെ പ്ലാറ്റ്ഫോം അപ്പൊ തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്യും. അതായത് മുന്നിലെ കുട്ടികളാണ് ഇരിക്കുന്നത്, അപ്പോ അവർക്കൊരു സ്റ്റോറി നറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു റൈം അവർക്ക് നറേറ്റ് ചെയ്ത് കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയും. റൈം പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ആക്ഷൻ സോങ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടമുള്ളത് കുട്ടികളാണ് അസ്യൂം ചെയ്തിട്ട് ഇമാജിൻ ചെയ്തിട്ട് വേണം അവിടെ നിങ്ങൾ ക്രിയേറ്റീവ് ആകാനായിട്ട്. ഓക്കെ, ഇനി പ്ലസ് വൈവാന്ന് ഉണ്ട്. അത് ഏറ്റവും ലാസ്റ്റ് ആണ് അതിന് മാർക്ക് ഇടുന്നത്. കാരണം ഓവറോൾ പെർഫോമൻസിന്റെ മാർക്ക്. ഓക്കെ, 100ലാണ്. അപ്പോ 50-50 രണ്ടിടത്തേക്കും പോകും. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പാരറ്റസ് എന്നൊരു സെഷൻ ഉണ്ട്. അത് നമ്മുടെ, അതായത് വൈവ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷൻ ഓൺലൈൻ ആയിട്ടും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് വന്നുള്ള പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞിട്ടുമാണ് വൈവ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പാരറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രാക്ടിക്കൽ സെഷന് മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ് നമ്മൾ ഫെമിലറൈസ് ചെയ്യുവാണ്, നമ്മളത് ചെയ്തു നോക്കുവാണ്. അപ്പൊ വരുമ്പോ എല്ലാവരും ചെയ്യണം എന്ന് നമ്മൾ വളരെ നിർബന്ധമായിട്ട്, ശരിക്കും നിർബന്ധം പറയണത് ആ ഒരു സിറ്റുവേഷനിൽ മാത്രം കേട്ടോ. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കയ്യിലൂടെ അത് പോകണം, നിങ്ങളത് തൊട്ട് നോക്കണം, ചെയ്ത് നോക്കണം, എല്ലാവരും ചെയ്യണം. എത്ര സമയം എടുത്തോട്ടെ, പ്രോബ്ലം ഇല്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാക്ടിക്കൽ സെഷൻ എല്ലാവരും, ഞങ്ങൾ അതും നിർബന്ധം പറഞ്ഞില്ല. ഫസ്റ്റ് ബാച്ചുകാർ പറഞ്ഞു ഞങ്ങൾ അവിടെ വരട്ടെ, കാരണം ഇതൊക്കെ ചെയ്ത് നോക്കിയാല്, അങ്ങനെയാണ് അതിങ്ങനെ ഓരോരോ ബാച്ചായിട്ട് പോയത്. അങ്ങനെ ചെയ്ത് നോക്കുന്നത് തന്നെയാണ് നല്ലത്. ഓൺലൈനിലൂടെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഡൗട്ട്സ് ഒക്കെ വരും. നേരിട്ട് കണ്ടു കഴിയുമ്പോഴേക്കും ഭയങ്കര ഹാപ്പി ആവും. പിന്നെ ഒരു പ്രാവശ്യം ചെയ്തു അല്ലെങ്കിൽ 2 പ്രാവശ്യം വന്നപ്പോ ചെയ്തു എന്ന് വെച്ചാൽ നമ്മുടെ ഓർമ്മയിൽ ഇരിക്കില്ല. നിങ്ങൾ ചെയ്യേണ്ടത്, ഇഷ്ടം പോലെ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ റെക്കോർഡ് ക്ലാസ് ഓൺലൈൻ ആയിട്ടുള്ള ഡെമോ ടീച്ചേഴ്സ് കാണിക്കില്ലേ, അപ്പൊ അത് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കുക, പരസ്പരം ഷെയർ ചെയ്ത് ക്ലാരിറ്റി വരുത്തുക. ഓക്കെ, പിന്നെ അതാണ് അപ്പാരറ്റസിൽ വരുന്നത്. മോണ്ടിസോറി അപ്പാരറ്റസ് എന്ന് അതാണ്. അതിലെ മെറ്റീരിയൽസിനെ കുറിച്ച് നല്ലപോലെ പറയാൻ കഴിയുക. കാരണം ഒരു മോണ്ടിസോറി സ്കൂളിൽ ചെല്ലുമ്പോൾ അപ്പാരറ്റസ് നല്ലപോലെ നമുക്ക് അറിയാം, നമുക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തായിരുന്നു പലപ്പോഴും പ്യുവർ മോണ്ടിസോറി സ്കൂളുകളിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക. പ്രാക്ടിക്കൽസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, പ്രാക്ടിക്കൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ എന്നാണ്. ഓൺലൈനിൽ കേൾക്കുമ്പോൾ പലർക്കും ഒരു ഡൗട്ട് വരും. നമുക്ക് ധൈര്യമായിട്ട് പറയാലോ, ഞങ്ങൾക്ക് ഓൺലൈനായിട്ടും പ്രാക്ടിക്കൽ സെഷൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ നേരിട്ട് പോയി ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പാരറ്റസ് എന്ന സെഷൻ അതാണ്. അത് ഞാൻ പൊതുവെ ചെയ്യുന്ന എന്റെ രീതി ഞാൻ പറയാം. നിങ്ങൾക്ക് വളരെ അതിൽ ഇഷ്ടപ്പെട്ട
ഒരു മെറ്റീരിയൽ ഏതാണ് അതിനെ അത് അപ്പൊ നിങ്ങൾ അതിന്റെ പേര് പറയും, ഞാൻ അതിന്റെ ഫീച്ചേഴ്സ് പലതും. ടീച്ചർ അവിടെ പോയി ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അത് 1 ഡേ കൊണ്ട് മതിയോ? ഒരൊറ്റ ദിവസത്തിൽ ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ, നമ്മൾ ഉച്ചയാകുമ്പോഴേക്കും തീരാറുണ്ട്. 10:30 തുടങ്ങി. മിക്കവാറും എല്ലാവരും ട്രെയിനൊക്കെ കിട്ടി വരുമ്പോഴേക്കും ഒരു 10:30 ആകും. 10:30 സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ നമുക്ക് 12:30 തീർന്നിട്ടുണ്ട്. കാരണം ഇനീഷ്യലി ഉള്ള നമ്മൾക്ക് എന്ത് സാധനം എന്നുള്ള അത് മാറും. ഓരോന്നായിട്ട് നമ്മള് ഗ്രൂപ്പായിട്ട് റൗണ്ടിലിരുന്ന് ഓരോരുത്തരായിട്ട് ഓരോ ബാച്ചിനും ഒരു ഡേറ്റ് കൊടുത്തിട്ട് ആ ഡേറ്റിൽ വരാൻ പറയുകയാണോ ചെയ്യാം? മിക്കവാറും സാറ്റർഡേസ് ആയിരിക്കും കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ഇടയ്ക്കുള്ള വീക്ക് ഡേയ്സ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം, ആ ദിവസങ്ങളിലെല്ലാം നമുക്ക് ക്ലാസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ വരുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സും അവിടെ വേണമല്ലോ. അപ്പൊ നമ്മൾ അത്രയും മാറുമ്പോഴേക്കും ബാക്കി ടീച്ചേഴ്സിന് ബേർഡൻ ആവും ക്ലാസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ സാറ്റർഡേ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അതിലൊരു മാറ്റം വരുത്താന്ന് പറഞ്ഞാൽ ഇച്ചിരി വിഷമായിരിക്കും. കാരണം നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നമുക്ക് ഇത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നല്ലോ. മറ്റുള്ള ടീച്ചേഴ്സിനാകെ ബുദ്ധിമുട്ടാവും. ഞങ്ങള് 3 പേര് 4 പേര് അവിടെ നിന്ന് മാറുമ്പോഴേക്കും നിങ്ങൾക്ക് എടുക്കുന്നത് 3 പേരാണ് അല്ലെ. അശ്വതി അല്ല, ആതിര മിസ്, അപർണ മിസ്, പിന്നെ ഞാനല്ലേ. വേറെ ആരും മോണ്ടിസോറി എടുക്കുന്നില്ലല്ലോ, ഇംഗ്ലീഷ് അല്ലേ ഉള്ളൂ. അതെ അതെ. അപ്പൊ ഞങ്ങള് 3 പേരും അങ്ങ് മാറുമ്പോ ബാക്കിയുള്ള ബാച്ചുകളിലൊക്കെ പ്രശ്നമാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സാറ്റർഡേ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പൊ അതൊന്ന് പ്ലാൻ ചെയ്യുക. നമ്മൾക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് റീഷെഡ്യൂൾ ചെയ്ത് വരുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ഫൈൻ. അപ്പം രണ്ടാമത് പറഞ്ഞ അപ്പാരറ്റസ് അതാണ്. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം അതിൽ നിന്ന് ചോദിക്കും. അപ്പൊ അതിനെക്കുറിച്ചും അറിയാം എന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് അവിടെ മാർക്കൊന്നും പിടിച്ചു വെക്കുന്നില്ല. പിന്നെ വരുന്നത് ടീച്ചിങ് എയ്ഡ്സ്, ടീച്ചിങ് മെറ്റീരിയൽസ് നമ്മളിപ്പോ കുറെ ഉണ്ടാക്കിയിട്ടുണ്ട്. പറയാതെ തന്നെ നിങ്ങൾ കുറെ ഉണ്ടാക്കിയിട്ടുണ്ട്. പറഞ്ഞിട്ടുള്ള 2-3 എണ്ണം കയ്യിലുണ്ടെങ്കിൽ നോ പ്രോബ്ലം. അതായത് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്, അറ്റ്ലീസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ എങ്കിലും, ആൽഫബറ്റ്സ്, വേർഡ് റീഡിംഗ് കാർഡ്. കാരണം ഇതെല്ലാം മറിയം മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഇത് പ്രത്യേകം പറയുന്നത്. വേർഡ് റീഡിംഗ് കാർഡ്, പിക്ചർ റീഡിംഗ് കാർഡ്, കളർ കാർഡ്, പിന്നെ ബീഡ്സ് അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും 1 തുടങ്ങി 10 വരെയുള്ള നമ്പേഴ്സിന് അറ്റ്ലീസ്റ്റ് ഒരു സെറ്റ് എങ്കിലും നിങ്ങൾ ഉണ്ടാക്കുവാണെങ്കിൽ നന്നായിരുന്നു. എന്നോട് ജിസ്മു ആരോ ചോദിച്ചു, ഒരെണ്ണം മതിയോ, കൂടുതൽ വേണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത്, സ്കൂളിലൊക്കെ പോകുമ്പോഴേ 20 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ 10 സ്ട്രിങ് ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയല്ലേ, അവർക്ക് കിട്ടാതെ കുറെ പേര് നിൽക്കുമ്പോ നമുക്കൊരു വിഷമം വരും. അവർക്കും അയ്യോ എനിക്ക് കിട്ടിയില്ലല്ലോ, എനിക്ക് എപ്പോ കിട്ടും, ആ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കും. അപ്പൊ നമ്മളുടെ കയ്യിൽ അറ്റ്ലീസ്റ്റ് ആ 20 പേർക്കും കൊടുക്കാൻ പറ്റുന്ന ഓരോന്നെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ വൈവ ടൈമിൽ നിങ്ങളുടെ കയ്യിൽ ഒരു 1 to 10 മാത്രമായാലും നോ പ്രോബ്ലം, കുഴപ്പമൊന്നുമില്ല. പിന്നെ വൈവയ്ക്ക് വന്നപ്പോ കണ്ടൊരു കാഴ്ച, കുറേ പേര് അത് പർച്ചേസ് ചെയ്തു, മീൻസ് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു. നമുക്ക് അവിടെ വാങ്ങിക്കുമ്പോഴേക്കാളും നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അല്ലെ. ലൈക്ക് ഇപ്പൊ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് കട്ട് ചെയ്തപ്പോ തന്നെ നേരത്തെ ബാക്ക് സൈഡിൽ വെച്ച് ട്രേസ് ചെയ്തപ്പോ മിറർ ഇമേജ് വന്നു. സോ അത് മാറ്റി. അതാണ് ശരിക്കും മോണ്ടിസോറി മെത്തേഡ്. കൺട്രോൾ ഓഫ് എറർ നമ്മൾ തന്നെ മനസ്സിലാക്കുക. ഇങ്ങനെ ചെയ്താലേ അത് ശരിയാവുള്ളൂ, കുറച്ചുകൂടെ പെർഫെക്റ്റ് ആവുള്ളൂ. ആദ്യമൊക്കെ കട്ട് ചെയ്തപ്പോ ശരിയായി വന്നില്ല, പിന്നെ ചെയ്തപ്പോഴേക്കും കറക്റ്റ് ആയി. അപ്പൊ നിങ്ങൾക്ക് അറിയാം എങ്ങനെ ചെയ്താൽ അത് കുറച്ചുകൂടെ നന്നാക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂടുതൽ ഇംപ്രൂവ് ചെയ്യുന്നത് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴാണ്. നമുക്ക് കാശ് കൊടുത്ത് ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങും, അത് വേണ്ടാന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് യൂസ്ഫുൾ ആവും, നമ്മൾ പോകുന്ന സ്കൂളിലും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് സാൻഡ് പേപ്പറിലെ അപ്പാരറ്റസിനെ കുറിച്ചുള്ള പറഞ്ഞില്ല, അതിനും മാർക്കുണ്ടോ? 60 പറഞ്ഞില്ലേ? 100 മാർക്കാണ് അത്. ആ ഒരൊറ്റ സെഷൻ മോണ്ടിസോറി അപ്പാരറ്റസ് 100 മാർക്ക്. ക്വസ്റ്റ്യൻ ചോദിക്കുകയാണോ ചെയ്യാം? ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ പറയേ. അതെ, ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല സഫിയ. ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ പറയും. ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതായിരുന്നു ചോദിക്കും, വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്. അപ്പം അതേതാന്ന് പറയുമ്പോൾ ഞാൻ അതിനെ, ഫോർ എക്സാമ്പിൾ നമുക്കതിൽ പിങ്ക് ടവർ ഉണ്ട്. പിങ്ക് ടവർ ആണ് എല്ലാരും പറയുന്നത് കേട്ടോ. കാരണം അപ്പൊ എന്തുകൊണ്ട് അത്ര ഇഷ്ടാവാൻ കാരണം എന്ന് ചോദിക്കും. അപ്പം അതിന് കാര്യങ്ങളൊക്കെ പറയും, അതിന്റെ കളറ്, പിന്നെ അതിന്റെ ഷേപ്പ്. പിന്നെ എന്റെ കുട്ടിക്ക് അത് ഭയങ്കര ഇഷ്ടമായി. ഞാൻ വീട്ടിൽ ഞാനും എന്റെ കുഞ്ഞും കൂടെ ഒരുമിച്ചിരുന്നാ ഉണ്ടാക്കിയത്. അവൻ അത് എപ്പോഴും കളിക്കും എന്നൊക്കെ പറയാം. ഒരു ഇതില് വൈവയ്ക്ക് വന്നപ്പോ ഒരു അമ്മയും മോനും കൂടെ ഇരിക്കുവാണെ. അപ്പൊ മോനെ ഓടിച്ചു വിടുന്നത് ഞാൻ സാരില്ല, മോനെ അവിടെ നിന്നോട്ടേന്ന്. 4 years സംതിങ് അവൻ. അപ്പം പിങ്ക് ടവർ
എനിക്ക് മനസ്സിലായി ഇവൻ അവിടെ നിൽക്കുന്നത് എല്ലാ അമ്മമാരും പറഞ്ഞിട്ടുണ്ട് വൈവ കഴിയുമ്പോ നിനക്ക് തരാം, വൈവ വരെ ഇത് തുടരുത്, അങ്ങനെ പറഞ്ഞു വെച്ചേക്കും. അപ്പൊ കുഞ്ഞുങ്ങളിങ്ങനെ ആകാംക്ഷയോടുകൂടി അമ്മയുടെ വൈവ കഴിയാൻ വേണ്ടി നോക്കിയിരിക്കുവാണേ. അപ്പോഴേക്കും ഞാനിങ്ങനെ ചോദിക്കാം, അസൈൻമെന്റ്സ് ഒക്കെ ചെയ്തോ? അപ്പൊ അമ്മ മറുപടി പറയണതിന് മുമ്പ് മോനാ മറുപടി, ആ ചെയ്തു ചെയ്തു ചെയ്തു. എന്നുവെച്ചാൽ എത്രയും പെട്ടെന്ന് അമ്മയുടെ വൈവ തീർക്കാനായിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ ആണ് അവന്റെ വന്നത്. ഇപ്പൊ ചെയ്തു എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ചോദിച്ചു എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോഴേക്കും ഇത് പലരും ചെയ്യുന്നത് ബെഡില് അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിലൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ റൂമിൽ ഫുൾ ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കുക. ഞാൻ കാണണമെന്നൊന്നും പറയാറില്ല കേട്ടോ. ചെയ്തു എന്ന് പറഞ്ഞാൽ ഐ ട്രസ്റ്റ് യു ഓൾ, നിങ്ങളത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലൊന്നും ചോദിക്കില്ല. ഇല്ല മിസ്, ഞാൻ എത്രയും കഷ്ടപ്പെട്ടതല്ലേ, ഒന്ന് കാണൂ, അതാണ് പറയണത്. എന്റെ വീഡിയോ ക്യാം മാറ്റിയിട്ട് ഇങ്ങനെ എന്നെ കാണിച്ചു തരും. അപ്പോ പിങ്ക് ടവർ, അപ്പൊ അവൻ ഇങ്ങനെ പിങ്ക് ടവർ എടുത്ത് കളിക്കുവാണ്. അപ്പൊ അവന് തടുക്കുകയാണ് അമ്മ. അപ്പൊ ഞാൻ പറഞ്ഞില്ല കുഴപ്പമില്ല, ആ പിങ്ക് ടവർ എന്റെ എല്ലാ പാർട്സും ഒന്ന് മാറ്റിയിട്ട് അവനെ കൊണ്ട് ചെയ്യിക്കാൻ പറഞ്ഞു. അങ്ങനെ വൈവ ടൈമിൽ ഞങ്ങൾ അവനെ കൊണ്ട് ചെയ്യിച്ചു. ഭയങ്കര ഹാപ്പി ആയിട്ടോ. അത് കഴിയുമ്പോ പിറ്റേ ദിവസം എനിക്ക് ആ ഉമ്മയുടെ കയ്യിൽ നിന്ന് വന്നൊരു മെസ്സേജാണ്, മിസ് മോന് വലുതാവുമ്പോ മിസ്സിന്റെ ക്ലാസ്സിൽ പഠിക്കണം എന്ന് ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കത് ഭയങ്കര, അവനിൽ നിന്ന് കിട്ടിയ ഒരു ആക്സെപ്റ്റൻസ്, അത് ഭയങ്കര എനിക്ക് കിട്ടിയ ഒരു വലിയ ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നതിനേക്കാൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി. അപ്പൊ അങ്ങനെ മക്കൾസ് എപ്പോഴും കൂടെ ഉണ്ടാവും. കുഞ്ഞു ബേബി എന്നെ മടിയിലൊക്കെ വെച്ചിട്ടാണ് വൈവ നടത്തുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ളതല്ല നമ്മുടെ മെത്തേഡ്. കുട്ടികൾ വേണം നമ്മുടെ കയ്യിൽ, അവരാണ് ചെയ്യേണ്ടത്. ശരിക്കും അവൻ എന്ത് ഇതായിട്ടാ ചെയ്തതെന്ന് അറിയോ? പിങ്ക് ടവർ ഇങ്ങനെ ഇടയ്ക്കൊന്ന് സൈഡ് തിരിഞ്ഞിരുന്നപ്പോഴേക്കും അവൻ വേഗം അത് കറക്റ്റ് ചെയ്തു, നല്ലതായിട്ട് കറക്റ്റ് ചെയ്ത് വെച്ചു, നല്ല പോലെ അത് അറേഞ്ച് ചെയ്തു. അത്രയ്ക്കും ആ പിങ്ക് ടവറിനോട് അവൻ അത്രയും ഒരു താല്പര്യം. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒരെണ്ണം പറയുമ്പോ ഞാൻ ഇങ്ങനെ ചോദിക്കും, അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. പിന്നെ അത് കൂടാതെ ഒരെണ്ണം കൂടെ ചോദിക്കും. അത് ഏതെങ്കിലും അപ്പൊ എന്റെ മനസ്സിൽ ഏതാ വരുന്നത് അത് ചോദിക്കും. നമ്മളുടെ മെറ്റീരിയൽസിലുള്ളത് മാത്രം കേട്ടോ. പ്രാക്ടിക്കലിന് വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് കുറെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് മാത്രം, വേറൊന്നും അങ്ങനെ ചോദിച്ചു വരാറില്ല. ഓക്കെ, അപ്പൊ അതാണത്. പിന്നെ അപ്പാരറ്റസ് സെഷൻ. അപ്പൊ ഞാൻ ടീച്ചിങ് പ്രാക്ടീസ് പ്ലസ് വൈവ പറഞ്ഞു, അപ്പാരറ്റസ് പറഞ്ഞു, ടീച്ചിങ് മെറ്റീരിയൽസ് അതാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മള്. ടീച്ചിങ് മെറ്റീരിയൽസിൽ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ് ചിലത് നമുക്ക് ലോ കോസ്റ്റിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും, ചിലതിന്റെ റിപ്ലിക്ക. അപ്പൊ പിങ്ക് ടവർ വുഡ് ആണ്, പക്ഷെ നിങ്ങളത് റിപ്ലിക്ക ആയിട്ട് ഉണ്ടാക്കി ഡ്രസ്സിംഗ് ഫ്രെയിംസും ചെയ്തു. കാരണം അതൊക്കെ നമുക്ക് ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അതിന് പകുതി മാർക്ക് അവിടെ കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും നല്ല ഫീഡ്ബാക്ക് ആണ് പല ബാച്ചിലും സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് വന്നത്. മറിയ മോണ്ടിസോറി ഇത് ഡിസൈൻ ചെയ്യുമ്പോ തന്നെ അവർ പറഞ്ഞിരുന്നു, ഇതിന്റെ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് ലാംഗ്വേജ് ഏരിയയിൽ ഒരു മെറ്റീരിയൽ വേറെ ഇല്ലാന്ന് അവർ പ്രത്യേകം എൻഹാൻസ് ചെയ്ത് പറഞ്ഞിരുന്നു. അത് ശരിയാണ്. കാരണം ഇപ്പോഴുള്ള പല എഴുതാൻ അറിയില്ലാത്ത കുട്ടികൾ വരെയും എഴുതി. അത് നമ്മുടെ ട്രെയിനീസ് ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോ, അല്ലാതെ അവിടുത്തെ ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടില്ല. അവിടുത്തെ ടീച്ചേഴ്സ് ഒഴിവാക്കി നിന്ന പല കുട്ടികളുമാണ് എഴുതാൻ തുടങ്ങിയത് ഈ സാൻഡ് പേപ്പർ. അതുകൊണ്ട് ആ മെറ്റീരിയൽ കയ്യിലുണ്ടെങ്കിൽ, ഞാൻ 10ലാണ് മാർക്ക് ഇടുന്നത്, പിന്നെ കൺവേർട്ട് ചെയ്ത് 100ലാക്കി ഞാൻ ഷീറ്റിലേക്ക് കൊടുക്കും നിങ്ങൾക്ക് മാർക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട്. 5 മാർക്ക് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ 10ൽ 5 മാർക്ക് അവിടെ ഞാൻ ഇടും. അതെങ്ങനെ ഷേപ്പ് ആയിക്കോട്ടെ, കട്ട് ചെയ്തതിൽ എന്തെങ്കിലുമൊക്കെ ഡീഫോർമേഷൻ ഉണ്ടെങ്കിൽ പോലും അത് നിങ്ങൾ ട്രൈ ചെയ്തു എന്ന് ഞാൻ കണ്ടു കഴിഞ്ഞാൽ I will give you 5 marks. 50% മാർക്ക് അവിടെ വീഴും. പിന്നെ ബാക്കി ഉള്ള മെറ്റീരിയൽസ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് അസൈൻമെന്റ്സ് ആൻഡ് റിപ്പോർട്ട്സ് എന്നുള്ളതാണ്. എനിക്ക് മനസ്സിലായി പലരും സർവേ ചെയ്യാൻ പോകുന്നില്ല. സർവേ ഞാൻ ചെയ്തില്ല. കാരണം ആൾക്കാരെ വിളിക്കാൻ, ഞാനൊരു ഹൈവേ സൈഡിലാണ് താമസിക്കുന്നത്. സോ എനിക്ക് അടുത്ത ഫാമിലീസ് ഒന്നുമില്ല. യു ക്യാൻ കോൾ എനിവൺ. ഫ്രണ്ട്സ് ഇല്ലേ, ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ് ഉണ്ടാവില്ലേ, നിങ്ങളുടെ അതേ കുട്ടികളുടെ അതേ ഏജിലുള്ളവരൊക്കെ തന്നെയായിരിക്കും ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ ഏതെങ്കിലും പാരന്റ്സ്, നമുക്ക് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാർ, ശരിക്കും പല സോഷ്യൽ ലെവൽസിലുള്ളവരാണെങ്കിൽ അത്രയും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 5, അതിൽ കൂടിയാലും കുഴപ്പമില്ല. ചിലർ ആ സർവേ നിർത്തുന്നില്ലെന്ന് എന്നോട് പറഞ്ഞേ, കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യാൻ പോവാന്നാണ് പറഞ്ഞത്. ഇത് നിർത്തേണ്ട ഒരു ടോപ്പിക് അല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞ് അത് കണ്ടിന്യൂ ചെയ്യുന്ന കുട്ടികളുണ്ട്. ഓക്കെ, അപ്പൊ സർവേ ചെയ്തിട്ടുണ്ടെങ്കിൽ I will give 5 marks. കാരണം ആ ടോപ്പിക് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ്.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്ത് ആഡ് ചെയ്യാം. അതിനകത്ത് വേണ്ടാന്ന് തോന്നുന്ന റെലവെന്റ് എല്ലാം തോന്നുന്നു നിങ്ങൾക്ക് കളയാം. ഞാൻ എല്ലാ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അസൈൻമെന്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ, നിങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോമിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ഷീറ്റ് എനിക്ക് കിട്ടും, സബ്മിറ്റ് ചെയ്തതിന്റെ ഷീറ്റ് കിട്ടും. ഞാൻ അതിന്റെ സൈഡിൽ വെക്കും. ബട്ട് ദാറ്റ് ടൈം, കാരണം ചിലർക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, വൈവ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സബ്മിറ്റ് ചെയ്യണത് വാല്യൂ ചെയ്യില്ല കേട്ടോ. അവിടെ അവർ നോക്കില്ല, പിന്നെ ഞങ്ങളാ നോക്കുന്നത്. അപ്പൊ അസൈൻമെന്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോഴേക്കും എല്ലാരും ഇങ്ങനെ ബണ്ടിൽ എടുത്തോണ്ട് വരും. ഞാൻ പറഞ്ഞ കാണുമൊന്നും വേണ്ട, ചെയ്തിട്ടുണ്ട്, ഓക്കെ യെസ് പറയും. അപ്പൊ ഏതെങ്കിലും ഒരു അസൈൻമെന്റ് ചിലപ്പോ അങ്ങോട്ട് പറയും, ആ അസൈൻമെന്റിനെ കുറിച്ചൊന്ന് പറയാമോ. അപ്പൊ അവര് അതിനെപ്പറ്റി പറയുന്നത് കാണുമ്പോൾ തന്നെ, ഒരു കോൺഫിഡൻസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവരത് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. സംടൈംസ് ചോദിക്കും, അയ്യോ അത് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ, കാരണം അറിയില്ല അത് എന്താ സംഭവം എന്ന് അറിയില്ല. പറയും വളരെ സത്യസന്ധമായിട്ടുള്ളത്, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയും. അപ്പൊ അസൈൻമെന്റ്സ് ഓർ റിപ്പോർട്ട്സ് അവിടെയാണ്, അവിടെ 100 മാർക്സ്. പിന്നെ വരുന്നതാണ് നമ്മുടെ 5 നമ്മളത് ഇംഗ്ലീഷിൽ തന്നെ പറയണോ അതോ മലയാളത്തിൽ പറഞ്ഞാൽ മതിയോ നമ്മൾ ചെയ്ത അസൈൻമെന്റിനെ പറ്റി? കംഫർട്ടബിൾ ലാംഗ്വേജ് നിങ്ങൾക്ക് എന്താണോ, മിക്സഡ് ആയിട്ട് പറയണോ, ഇംഗ്ലീഷിൽ പറയണോ, മലയാളത്തിൽ പറയണോ. ബട്ട് മലയാളത്തിൽ പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ജസ്റ്റ് ഡോണ്ട് യൂസ് കൊളോക്കിയൽ ലാംഗ്വേജ്. അറ്റ്ലീസ്റ്റ് ആ ടൈമിലെങ്കിലും എനിക്ക് നല്ലൊരു മലയാളം കിട്ടണം. ഞാൻ മലയാളത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ചെറുപ്പം തുടങ്ങിയാൽ എന്റെ ഫ്രണ്ട്സ് പറയുന്നത് ഞാൻ അച്ചടി ഭാഷയെ സംസാരിക്കുന്ന ഒരാളാണെന്നാണ്. ഇപ്പോഴും ഞാൻ അത് കേൾക്കാറുണ്ട്. ഈവൻ പല പല നാട്ടിൽ പോയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ലാംഗ്വേജ് മാറിയിട്ടൊന്നുമില്ല. ഞാൻ ഏത് നാട്ടുകാരിയാണെന്നും പലപ്പോഴും ആർക്കും മനസ്സിലാവാറില്ല. കാരണം പല ടോണും എനിക്ക് സ്ലാങ്ങും ഒക്കെ വരാറുണ്ട്. ഞാൻ മലയാളത്തെ അത്രയധികം സ്നേഹിക്കുന്ന ഒരാളാണ്. സോ പ്ലീസ് ആ സമയത്ത് നല്ല മലയാളം എനിക്ക് കേൾക്കാൻ വളരെ ആഗ്രഹമുണ്ട്. കൊളോക്കിയൽ ഞാൻ ഇഷ്ടപ്പെടും നമ്മൾ കാഷ്വലി സംസാരിക്കുമ്പോൾ. ബട്ട് വൈവ എന്ന് പറയുമ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങൾ ഇംഗ്ലീഷിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഞാനും ഇംഗ്ലീഷിലേക്ക് പോകും. അല്ലാതെ ഞാനായിട്ട് ഇംഗ്ലീഷിൽ തുടങ്ങില്ല കേട്ടോ. ഇംഗ്ലീഷിൽ വൈവ പ്രസന്റ് ചെയ്തവരുണ്ട്, അപ്പൊ ഞാൻ കംപ്ലീറ്റ് ഇംഗ്ലീഷിലേക്ക് മാറും, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഓക്കെ, ദെൻ ഏതായത് പറഞ്ഞ അസൈൻമെന്റ്സ്, റിപ്പോർട്ട്സ് പറഞ്ഞു. ഇനി നമുക്ക് റെക്കോർഡ്സ്. നമുക്ക് 5 റെക്കോർഡ് ഉണ്ട്. ഓരോ റെക്കോർഡിനും 20 മാർക്സ് ആണ്. സർവേ മലയാളത്തിൽ എഴുതാൻ പറ്റില്ല, സർവേ ഇംഗ്ലീഷിൽ തന്നെ എഴുതണം. ബട്ട് യു ക്യാൻ ടെൽ ഇൻ മലയാളം. അതിന്റെ ഒരു കൺസെപ്റ്റ് നിങ്ങൾ അത് ഞാൻ കാണിക്കാനൊന്നും പറയില്ല. കാരണം സർവേ നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതണം എന്ന് പറയുന്നതിന് കാരണം നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ ഇത് റിപ്പോർട്ട് എന്ന് കാണും. ഇപ്പൊ എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്ത് റിപ്പോർട്ടാണ് നിങ്ങൾ ചെയ്തത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എടുത്തു കൊടുക്കുമ്പോൾ, കാരണം മോണ്ടിസോറി മെത്തേഡ് പ്യുവർലി ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പോകുന്നത്. മലയാളം റിപ്പോർട്ട് എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ അവർക്കത്ര ഇതാവില്ല. ഞാൻ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ, സർവേ ചെയ്തപ്പോൾ നിങ്ങൾ എന്ത് അനലൈസ് ചെയ്തു, എന്തായിരുന്നു നിങ്ങളുടെ അനാലിസിസ്, എന്ത് മനസ്സിലാക്കി, ഏതെങ്കിലും ഇടത്ത് ഒരു ഇന്റർവെൻഷൻ ആവശ്യമുണ്ട്, അവർക്കൊരു അവയർനെസ് വേണം തോന്നിയോ, അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്ത എത്രയോ പേരുണ്ട് അറിയോ. പല പല പ്രശ്നങ്ങളിലൂടെ പോകുന്ന പാരന്റ്സ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ആവശ്യത്തിന് ചെന്നപ്പോ അവർ അത്രയും നേരം ആരെയോ നോക്കിയിരുന്ന പോലെയായിരുന്നു അവർക്ക് സമാധാനം. പിന്നെ അവരെ അതിന് സപ്പോർട്ട് ചെയ്തവരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലുള്ള കുട്ടികളുടെ പാരന്റും ആയിരിക്കാം പലരും. അപ്പൊ അവരോട് ചോദിക്കും പേഴ്സണൽ ഒപ്പീനിയൻ എന്താ അബൌട്ട് ചൈൽഡ് കെയർ. അപ്പൊ അടിച്ചു വളർത്തണം എന്ന് പറഞ്ഞവര് വരെയും ഉണ്ട്. മിസ് എന്നെ എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല, കുട്ടികളെ അടിച്ചു തന്നെ വളർത്തണം എന്ന് പറഞ്ഞ അമ്മയുണ്ട്. എനിക്ക് ആ ഒരു ഓപ്പൺനെസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, എനിക്കൊക്കെ പണ്ട് അടി കൊണ്ടാണ് ഞാനൊക്കെ ഇപ്പൊ ഇങ്ങനെ നല്ല ഇതായതെന്നൊക്കെ അങ്ങനെ പറഞ്ഞ ഒരു അമ്മയുണ്ടായിരുന്നു നമ്മുടെ ഒരു ബാച്ചില്. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം അറിയാനോ. നിങ്ങൾ അടിച്ചു വളർത്തണം എന്ന് പറഞ്ഞാലും അവിടെ മാർക്ക് കുറയൊന്നുമില്ല. കാരണം നിങ്ങൾ അത്രയും എന്താ പറയാ ആ ഒരു ധൈര്യത്തോടെ ഉണ്ട്, ആ ബോൾഡ്നെസ് കാണിച്ചല്ലോ. കാരണം മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത് അവിടെ പണിഷ്മെന്റ് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നുണ്ടെങ്കിലും എന്നോട് പറഞ്ഞു അടി കൊടുക്കാതെ മക്കള് നന്നാവില്ല എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അതൊരു കഥ. പിന്നെ ഉള്ളത് റെക്കോർഡ്സിന്റെ കാര്യം. റെക്കോർഡ് 5 എണ്ണം ഉണ്ട്. 20 മാർക്സ് അങ്ങനെയാണ് പോകുന്നത് 5 എണ്ണം. അപ്പോൾ 100 മാർക്സ് ആയി. ബട്ട് ഞാൻ അതിൽ ഏറ്റവും ഫോക്കസ് ചെയ്യുന്നത് റൈം ആൻഡ് സ്റ്റോറിയാണ്. കാരണം എനിക്ക് കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരാളുടെ പുതിയതായിട്ട് ഉണ്ടാക്കിയ കഥ കേൾക്കുമ്പോൾ ഉള്ള സന്തോഷം വേറെ അല്ലേ. അങ്ങനെ അപ്പൊ തന്നെ ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞവർക്കൊക്കെ ഫുൾ മാർക്ക് അവിടെ വേണ്ടിയിട്ടുണ്ട്. അല്ലാത്തവർക്കും 90% എബോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് അങ്ങനെ ക്രിയേഷൻ ഒന്നും വന്നില്ല. ബട്ട് ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി. അതായത് മറ്റേ കുറുക്കനുണ്ടല്ലോ, എന്താ പറയാ മുന്തിരി പുളിയാന്ന് പറഞ്ഞ കുറുക്കൻ, ഞാൻ കുറുക്കന് കുരങ്ങനെയാക്കി.
പിന്നെ ആമയും മുയലിന്റെ ഓട്ട മത്സരത്തിന് പകരം നീന്തൽ മത്സരമാക്കി. അങ്ങനെയൊക്കെ അതൊക്കെ ഒരു ക്രിയേറ്റിവിറ്റിയാ. അതൊക്കെ നമ്മള് ഹാറ്റ്സ് ഓഫ് ചിന്തിക്കാത്തൊരു കാര്യമാണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ക്രിയേറ്റിവിറ്റി ഒക്കെ വരുത്തി. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കുറച്ചു നേരം എനിക്ക് നിങ്ങളെ ഒന്ന് ഫേസ് ടു ഫേസ് കാണണം. ആകെ ഇങ്ങനെ ഈ ഒരു ടൈൽസിലെ പേര് മാത്രല്ലേ കാണുന്നുള്ളൂ. അത് ചില സമയത്ത് സ്വന്തം പേരും തന്നെയല്ല. അപ്പൊ ഫേസ് ടു ഫേസ് ഒന്ന് കണ്ട് നമ്മൾ കുറച്ചു നേരം ഒന്ന് സംസാരിക്കുന്നു. അതേ ഉള്ളൂ വൈവ. പേടിക്കാനൊന്നുമില്ല. ഞാനിത് പറയാൻ കാരണം പേടിച്ച് കുറെ പേര് വൈവ അറ്റൻഡ് ഇരിക്കുന്നുണ്ട് പല ബാച്ചിലും. മാർക്ക് ലിസ്റ്റ് മാർക്ക് ഇടണ്ടേ? അറ്റൻഡ് ചെയ്യാതിരുന്ന മിനിമം മാർക്ക് എങ്ങനെ കൊടുക്കും? 36 മാർക്ക് 100 മാർക്ക് ലിസ്റ്റിൽ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചു. അതുകൊണ്ട് പുറകെ നടന്ന് വിളിച്ച് നമ്പർ മനസ്സിലായി എടുക്കാത്തവരെ വേറെ നമ്പറിൽ നിന്ന് വിളിച്ചൊക്കെ വൈവ ഓടിപ്പിച്ചിട്ട് പിടിച്ചിട്ട് അറ്റൻഡ് ചെയ്യിക്കുന്നുണ്ട്. പക്ഷെ മാർക്ക് കൊടുക്കാൻ അവർ ഒന്നിനുമില്ല. അപ്പൊ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് ചെയ്യാൻ പറ്റുന്നത് ധൃതി പിടിച്ച് റെക്കോർഡ് റൈറ്റിംഗ് ഡീറ്റെയിൽസ് ഞാൻ എവിടെ വരെ പറഞ്ഞു, എന്തെങ്കിലും ഞാൻ പറഞ്ഞു തരാനുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എനിക്കൊരു ഡൗട്ട്. അസൈൻമെന്റും റിപ്പോർട്ടും സർവേയും പിന്നെ റൈമാം സ്റ്റോർ ഇതിനിടയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലില്ല, സ്റ്റക്കായി ആണ്. വേറെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല സഫിയ. നിങ്ങൾ ചെയ്ത ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ടെങ്കിൽ അത് പോവാത്തവരോട് അവർക്ക് ജസ്റ്റ് ഒരു 2 minutes കൊടുക്കും ഒന്ന് പ്രസന്റ് ചെയ്യാനായിട്ട്. മുന്നിൽ കുഞ്ഞുങ്ങളുണ്ടെന്ന് വിചാരിച്ച് നിങ്ങളൊരു കഥ പറയും. പക്ഷെ അവരെ കൊണ്ട് അവിടെ ഒന്ന് ടീച്ചിങ് പ്രാക്ടീസിന് അവർ പോയാൽ എങ്ങനെയായിരിക്കും അവർ പ്രസന്റ് ചെയ്യുന്നത്? ചിലര് ഡിനേ ചെയ്തു, എനിക്ക് പറ്റില്ല, എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് പറ്റില്ല, എനിക്ക് ടെൻഷനാവും. ഞാനും അവരും മാത്രമേ ഉള്ളൂ, വേറെ ആരോടില്ല, റെക്കോർഡ് പോലും ചെയ്യുന്നില്ല, ഡിനേ ചെയ്തു. അപ്പം കൊച്ചു കുഞ്ഞുങ്ങൾ വരുമ്പോ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? അത് ആരാടാ കഴിഞ്ഞ ഏതൊരു ബാച്ചിലാ 8th ബാച്ച് ഉണ്ടല്ലോ, നിങ്ങളും ഉണ്ടല്ലോ, PG ക്ലാസ്സിൽ പറഞ്ഞ കേട്ടില്ലേ ധന്യ മിസ് എത്ര അവസരം തന്നു ആക്ഷൻ സോങ് ചെയ്യാനായിട്ട്. ക്ലാസ്സിൽ ഇതുപോലെ സൈനിങ്ങിന് വേണ്ടിയിട്ട് സൈൻ ഔട്ടിനും വേണ്ടിയിട്ട് അന്നൊന്നും ചെയ്തില്ല. ഇപ്പൊ ശരിക്കും അനുഭവിക്കുന്നുണ്ട്. സ്കൂളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി, സ്കൂളിൽ പോയപ്പോ ഇതുപോലെ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ചെയ്യേണ്ടി വരുവാന്ന്, ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ടത്. ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോ എല്ലാ ടീച്ചർമാരുടെ അടുത്തും ആക്ഷൻ കാണിച്ചിട്ട് റൈംസ് ചെല്ലാൻ പറയുന്നു. എല്ലാരും ചെയ്തിരിക്കണം, മടി കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല, അത് ശരിയാ സത്യം. കാരണം എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവും ഡാൻസിന്റെ സമയത്ത്. അപ്പം ഞാൻ ആ സ്കൂളിൽ മോണ്ടിസോറി സ്കൂളിലായിരുന്നു ചേർന്നത്. പെട്ടെന്ന് ആയിരിക്കും സാറ് പറയുന്നത് ജിഷ ഗോ ആൻഡ് ഡാൻസ് വിത്ത്. ഞാൻ ഒരുമായിട്ട് ഡാൻസ് ചെയ്യും, പിള്ളേർക്ക് എന്തൊരു സന്തോഷം. ഏറ്റവും മോശം ഡാൻസ് എന്റെ ആയിരിക്കും, പക്ഷെ അവര് ഭയങ്കര ഹാപ്പിയാ, അവർക്ക് ഒരാളെ കിട്ടിയ ഒരു സന്തോഷം. അപ്പൊ അങ്ങനെ അത് നമ്മളെ കുഞ്ഞുങ്ങളല്ലേ, അവര് നമ്മളെ ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ലല്ലോ. കുട്ടികൾ നമ്മളെ ജഡ്ജ് ചെയ്യൂ, നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യില്ല. അവർക്ക് ഭയങ്കര സന്തോഷമാണ് അവരെ പോലെ ഒരാൾ അവരുടെ കൂടെ ചേരുമ്പോൾ. വൈബ സമയത്ത് ചോദിക്കുമ്പോൾ ഡിനേ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നും. കാരണം കുഞ്ഞുങ്ങളുടെ കൂടെ പോവാനല്ലേ, എന്നോട് ആയതുകൊണ്ടായിരിക്കും കേട്ടോ, അറിയില്ല. റെക്കോർഡ് പോലും നമ്മൾ വൈവ ചെയ്യുന്നില്ല. നമ്മൾ രണ്ടുപേരും ആരാണോ അവര് രണ്ടുപേരും മാത്രം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത്രയാണ് വൈവയുടെ കാര്യങ്ങൾ. നിങ്ങൾ പേടിക്കരുത്, എത്രയും പെട്ടെന്ന് കഴിഞ്ഞാൽ അത്രയും നല്ലത്. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റ്സും റെഡിയാവും. ഈ പല പല ബാച്ചിന്റെ പല പല ഫീഡ്ബാക്ക് കൊണ്ടാട്ടോ ഞാനിത് പറഞ്ഞത്. പിന്നെ ഓക്കെ, റെക്കോർഡ് റൈറ്റിംഗ് ഞാൻ എവിടെ വരെ, അപ്പാരാറ്റസ് റെക്കോർഡില്ലേ ലാസ്റ്റ് മറിയാം മോണ്ടിസോറിയുടെ അപ്പാരറ്റസിനെ കുറിച്ചുള്ളത്, അതിന്റെ ഒരു കോപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അത് കോപ്പി ചെയ്ത് വെക്കുക, അതിന്റെ കറസ്പോണ്ടിങ് പിക്ചേഴ്സ് അത് പേസ്റ്റ് ചെയ്യുക. അതാണ് അപ്പാരറ്റസ് റെക്കോർഡിനകത്ത്. അത് മാത്രം നിങ്ങൾ കോപ്പി ചെയ്യുക. കാരണം വെച്ചാൽ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത കുറെ മെറ്റീരിയൽസ് ആണ്, അതിനെ കുറിച്ചുള്ള റൈറ്റപ്സ് ഡീറ്റെയിൽസ് ആണ്. അപ്പൊ അതൊന്ന് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ മോഡ്യൂൾ 3 ആ മെറ്റീരിയൽസിനെ കുറിച്ച് കുറെ ഡീറ്റെയിൽസ് ആയിട്ടുണ്ട്. അപ്പൊ മോഡ്യൂൾ 3 ഓൾറെഡി നിങ്ങൾക്ക് കയ്യിലുണ്ട്, പിന്നെ അതിൽ നിന്നും കുറെ കൂടെ റെക്കോർഡിൽ കോപ്പി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഏറ്റവും ബ്രീഫ് ആയിട്ടാണ് ആ റെക്കോർഡ് വരുന്നത്, ഒരു ഐഡിയ കിട്ടാൻ എന്താണ് ആ മെറ്റീരിയൽസ് ഉള്ള ഒരു ഐഡിയ. അപ്പൊ ആ ഒരു റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പഠിച്ച സമയത്ത് ഡേറ്റാസ് വെച്ചിട്ട് അതിൽ നിന്നും കുറെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പോയിന്റ് ആയിട്ട് അതിനോട് ചേർത്ത് എഴുതി വെക്കാം. പിന്നീട് ഇപ്പൊ വേണമെന്നില്ല, അപ്പൊ അതൊക്കെ അതിനെപ്പറ്റി കൂടുതൽ സ്റ്റഡി ചെയ്യുമ്പോൾ. പിന്നെ PGക്കാർക്ക് പ്രാക്ടിക്കലില് ഒരു സെഷനും കൂടി ഉണ്ടാവും, സെമിനാർ. സോ ഞാനിപ്പം ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്, PGയുടെ ക്ലാസ് നടക്കുമ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് 6-7 ബാച്ചസിന് കൊടുക്കുക എന്നുള്ളത്. 6th ബാച്ചിന്റെ ഫസ്റ്റ് മാക്സിമം നിങ്ങളിൽ നിന്നുള്ളവരുടെ സെമിനാർ പ്രസന്റ് ചെയ്തോട്ടെ. അത് കഴിഞ്ഞ് ബാക്കിയുള്ളവർക്ക് പിന്നെ ചാൻസസ് കൊടുക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, റെക്കോർഡ് ക്ലാസ് കാണുന്നവരാണെങ്കിൽ
സെമിനാർ ഒരു ടോപ്പിക് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അത് റിപ്പോർട്ടായിട്ട് എഴുതിയും വെക്കണം. എല്ലാവരും റിപ്പോർട്ടായിട്ട് എഴുതി വെക്കണം കേട്ടോ. അവനവൻ സെലക്ട് ചെയ്യുന്ന ടോപ്പിക് വേറെ ഒന്നുമല്ല. മാർക്ക് ടെസ്റ്റില് സെമിനാർ എന്നും പറഞ്ഞ് 100 മാർക്കിന് കാണും. ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്ത് സെമിനാറാണ് നിങ്ങൾ ചെയ്തതെന്ന് ചോദിച്ചാൽ ആ റിപ്പോർട്ട് കാണിക്കാൻ വേണം, അല്ലാണ്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാനല്ല കേട്ടോ. അത് അസൈൻമെന്റ് പോലെ പക്ഷെ ഇത് 3 ടീച്ചർമാരുണ്ടല്ലോ, ഈ 3 പേരിൽ ആർക്കെയും ഒരാളുടെ അടുത്ത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ഇത് ടീച്ചർ. അങ്ങനെയാണോ? മതി മതി. പിന്നെ മിസ്സേ, സെമിനാറിന് എത്ര പേജ് വേണമെന്നുണ്ടോ മിസ്സേ? അങ്ങനെയൊന്നുമില്ല. സെമിനാറിന്റെ ഒരു ഫോമാറ്റ് ഇല്ലേ, അതുപോലെ നമ്മളോട് 5 മിനിറ്റിലാണ് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത്രയല്ലേ ഉണ്ടാവുള്ളൂ. അത് ബ്രീഫ് ചെയ്ത് പറയാനാണ് 5 മിനിറ്റ് പറഞ്ഞേക്കണേ. പക്ഷെ നിങ്ങൾ റിപ്പോർട്ട് എഴുതുമ്പോൾ നല്ല പോലെ കണ്ടന്റ് വെച്ചിട്ട് തന്നെ റിപ്പോർട്ട് എഴുതണം. റിപ്പോർട്ട് ചുരുക്കിയൊന്നും ചെയ്ത് വെക്കരുത്. അല്ല, കോളേജിലൊക്കെ പഠിക്കുമ്പോ 20 പേജ് വേണമെന്നൊക്കെ പറയാറുണ്ട്, അതാണ് ചോദിച്ചത്. അതിന്റെ ഇല്ല, നമ്മൾ എടുക്കുന്ന ടോപ്പിക്കിനനുസരിച്ചല്ലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ചുമ്മാ കുറെ എഴുതി വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഒരാൾക്കത് വായിക്കാൻ തോന്നണമെങ്കിൽ കുറെ പേജിന്റെ ആയിട്ട് കാര്യമില്ല. അതിനകത്ത് കണ്ടന്റ് ഉണ്ടാവണം, ഒരു സ്റ്റഫ് കറക്റ്റ് അതിനകത്ത് കാണണം. പിന്നെ റെക്കോർഡ് ക്ലാസ് കാണുന്നവരാണെങ്കിൽ അവർക്ക് ക്ലാസ്സിൽ സെമിനാർ പ്രസന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കയ്യിൽ കീപ്പ് ചെയ്യാം. വൈവയുടെ ടൈമിൽ വരുമ്പോൾ ഒരു 2 മിനിറ്റ്സ് അതിനെ പറ്റി ഒന്ന് ബ്രീഫ് ചെയ്യാം. പി ജിക്കാണേ. പിന്നെ ആരൊക്കെയോ എന്നോട് ചോദിച്ചു ഏത് ബാച്ചാന്ന് എനിക്ക് ഓർമ്മയില്ല. അല്ലാതെ നിങ്ങളെ ക്ലാസ്സിലെ പല ടോപ്പിക്സും സെമിനാർ എടുത്തിട്ടില്ലേ നമ്മളുടെ ക്ലാസ്സിന്റെ കൂടെ തന്നെ എടുത്തിട്ടുണ്ടോ? അതൊക്കെ എഴുതി വെക്കുവാണെങ്കിൽ നല്ലതാണ്. നമ്മൾ ചെയ്ത കാര്യങ്ങളാണല്ലോ, അതൊക്കെ എഴുതി കയ്യിൽ വെച്ചോളൂ. അത് വൈവയായിട്ട് ബന്ധമില്ല. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇത് നമ്മൾ ചെയ്ത സെമിനാർസിന്റെ റിപ്പോർട്ട് നമ്മുടെ കയ്യിലുള്ളത് നല്ലതല്ലേ. പിന്നെ ഈ ഒരു മെത്തേഡിലൂടെ ഈ മെത്തേഡ് നിങ്ങൾക്ക് കൂടുതലായി അറിയണം. ഇത് സ്കൂളിൽ ചെല്ലുമ്പോഴേക്കും എനിക്ക് കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവരുത്, എനിക്കെല്ലാം മനസ്സിലാണ്. അതായത് മറിയ മോണ്ടിസോറി മെറ്റീരിയൽസ് യൂസ് ചെയ്തതും അതിന് എങ്ങനെയാണ് കുട്ടികളിൽ അത് ചെയ്യേണ്ടതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഈ ഒരു ബുക്കിന്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, പേഴ്സണൽ കോപ്പി നിങ്ങൾക്ക് വാങ്ങാം. ഞാൻ വാങ്ങിച്ചത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു. ഇതില് മോണ്ടിസോറി ഓരോ മെറ്റീരിയൽ ഡിസൈൻ ചെയ്തതും അത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തപ്പോൾ കുട്ടികൾ ആ ആക്ടിവിറ്റി ചെയ്തപ്പോൾ മറിയ മോണ്ടിസോറി കണ്ട കാര്യങ്ങൾ, ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ അന്ന് വാങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്ക് ആമസോണിൽ നിന്ന് വാങ്ങിയത് ഓഫർ ടൈമിൽ എന്തോ 300 താഴെ കിട്ടി എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ ഇതിനകത്ത് പ്രിന്റ് ചെയ്തിരിക്കുന്ന പ്രൈസ് 325 ആണ്, 325 ആണ് പ്രിന്റ് ചെയ്തിരിക്കുന്ന പ്രൈസ്. എന്നാലും നമുക്ക് അഫോർഡബിൾ ആണ്. എന്തെങ്കിലും വാങ്ങിച്ചാൽ മതി, പെട്ടെന്ന് തന്നെ വാങ്ങണമെന്നില്ല. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. എനിക്ക് നല്ലതായിട്ട് തോന്നി. കുട്ടികളിൽ ഓരോ മാറ്റം, പിക്ചേഴ്സും എല്ലാം. മെറ്റീരിയൽസിനെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന ബുക്കാണോ? അതെ, ഒരു ആത്മകഥാംശമുള്ളത്. ഇത് കൊടുത്തപ്പോ കുട്ടികളിൽ വന്ന മാറ്റങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. മറിയ മോണ്ടിസോറിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ ഈ മോണ്ടിസോറി സ്കൂൾ അവര് ചെയ്തതും അതിന്റെ കഥകളും, പിന്നെ ഓരോ മെറ്റീരിയൽസിനെ കുറിച്ച്, ബട്ടണിങ് ഫ്രെയിംസ്, പിന്നെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയില് പ്രിപ്പയറിങ് ആൻഡ് സെർവിങ് മീൽസ്, ഫുഡ് ഉണ്ടാക്കുമായിരുന്നു കുട്ടികള്, അത് സെർവ് ചെയ്യുന്ന രീതി, അങ്ങനെ ഓരോ കാര്യങ്ങളും. സൗണ്ട് ബോക്സ് യൂസ് ചെയ്യുന്നത്, ഇതില് ഫുള്ള് മറിയ മോണ്ടിസോറിന്റെ ഫസ്റ്റ് ടു എൻഡിങ് ഉള്ള എല്ലാ കാര്യവും ഉണ്ടാവും അല്ലെ? മോണ്ടിസോറി എഴുതിയതാണല്ലോ. മറിയ മോണ്ടിസോറിയുടെ സ്വന്തം ബുക്കാണ്, അവരുടെ ഒരു കോൺട്രിബ്യൂഷനാണ്. ഓക്കെ, പറ്റുമെങ്കിൽ നോക്കൂ, വർത്താണ്. നമ്മൾ ഈ ഒരു മെത്തേഡിലൂടെ പോവുകയാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഈവൻ ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് ചെയ്യാനാണെങ്കിലും, ഒരു അമ്മയാകാൻ പോകുന്ന നമ്മുടെ ആരെങ്കിലും, നമ്മുടെ അനീതിക്കോ അല്ലെങ്കിൽ ഫ്രണ്ടിനോ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്ക് വായിക്കുന്നവരാണെങ്കിലും ഓക്കെ. വായിക്കാൻ തുടങ്ങിയ രസമാണ്, നല്ല രസമാണ്, നല്ല ലൈവ്ലിയാണത്. പിന്നെ അക്ഷരങ്ങൾ ഒരു ഇച്ചിരി സുഖമില്ലായ്മ ചെറുതായിട്ട് ചില പ്രിന്റ് നമുക്ക് കണ്ടാൽ വായിക്കാൻ തോന്നില്ല. ആ ടൈപ്പ് ഒരു പ്രിന്റ് ആയിട്ട് എനിക്ക് തോന്നി. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് കാര്യങ്ങൾ. ഇനി റെക്കോർഡ് ബുക്കിൽ ഞാൻ ഏതെങ്കിലും സെഷൻ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഇറ്റ്സ് ആക്ടിവിറ്റി ബുക്കാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്നോട് ചോദിച്ചത് ടിപിയാണ്. എന്തെങ്കിലും ഉണ്ടാക്കുന്ന കാര്യങ്ങളിലോ റെക്കോർഡ് ബുക്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വരേണ്ടതായിട്ടുണ്ടോ? അദീപ് എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത്, ഞാൻ ടീച്ചറെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞു. അദീപ് ഒന്ന് കയറിയിട്ടില്ലേ? എന്നോട് കിഡ്സ് ആക്ടിവിറ്റി ബുക്കിലെ കാര്യമാണ് എനിക്കൊരു സംശയം. ഏതെങ്കിലും റെക്കോർഡ് ബുക്ക് ഞാൻ 4 പറഞ്ഞിരുന്നു. ലാസ്റ്റ് അപ്പാരറ്റസ് ഒഴിച്ച് ബാക്കിയെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പറഞ്ഞായിരുന്നു. എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നാ 10 ക്വസ്റ്റ്യനെ കുറിച്ചാണോ എന്നൊരു സംശയം. അതാണ് എന്ന് കേട്ടോട്ടെ. ഫോർത്ത് റെക്കോർഡിൽ ഒരു ആക്ടിവിറ്റിയിലെ ഒരു കാര്യം എന്താ ദീപ ചോദിച്ചത്. നമ്മൾ പറഞ്ഞില്ല ഒരു ഹൈഡിങ് ക്രീച്ചർ അല്ലെങ്കിൽ ഹൈഡിങ് അനിമൽ എന്തെങ്കിലും അങ്ങനെ അത് വരയ്ക്കുകയാണോ വേണ്ടത് അതോ എവിടെന്നെങ്കിലും ഫോട്ടോ പേസ്റ്റ് ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചു. അത് നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾക്ക് വരയ്ക്കാം, പേസ്റ്റ് ചെയ്യാം. പിന്നെ വരച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയുള്ള പിക്ചർ ഒന്നും കിട്ടിയില്ല. അപ്പൊ ചുമ്മാ കുറച്ച് ചെടികളുടെ ഇടയിൽ ഒരു ബട്ടർഫ്ലൈ ആ ഒരു രീതിയിൽ വരച്ചു. അപ്പോ വേറെ ആരോ എന്നോട് ചോദിച്ചു ക്രീച്ചർ അല്ലെങ്കിൽ അനിമൽസ് തന്നെ ആവണമെന്നുണ്ടോ, എന്തെങ്കിലും ഒരു സാധനം അവിടെ കിടക്കുന്ന പോലെ, അങ്ങനെ എന്തെങ്കിലും ടോയ്സ് ഇപ്പൊ കിടക്കുന്നു അങ്ങനെയൊക്കെ എന്താ, പിന്നെ അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റിയാൽ മതി. ഹൈഡിങ് തിങ്ങോ ഹൈഡിങ് ഒബ്ജക്റ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് മാറ്റിയാൽ മതി. ഓക്കെ, അതായിരുന്നു ഇത് ചോദിച്ചൊരു സംശയം. ഇനി ഒരു കാര്യം പറയട്ടെ. നമ്മുടെ എക്സാം വരാൻ പോലെ മോണ്ടിസോറിന്റെ ആണല്ലോ. അപ്പൊ അതില് കുറെ പോർഷൻസ് ഉണ്ടല്ലോ. ഇതിൽ നിന്നെല്ലാം ഫുള്ള് എല്ലാ ലെസണൊന്നും വരുമോ ക്വസ്റ്റ്യൻസ്? കുറെ പഠിക്കാനുണ്ടല്ലോ. ഒരെണ്ണം കഴിഞ്ഞില്ലേ? ഏത്? ഒരു എക്സാം കഴിഞ്ഞു. ഇനി മോണ്ടിസോറിയും എന്താ ടീച്ചറെ? എങ്ങനെയുണ്ടായിരുന്നു? അത് നല്ല ഈസി ആയിരുന്നു. പക്ഷെ ഇത് നോക്കുമ്പോ എനിക്ക് ഭയങ്കര ടഫ് പോലെ തോന്നുന്നുണ്ട് എല്ലാവർക്കും. എനിക്ക് മനസ്സിലായി. അതും ആരോ എന്നോട് പറഞ്ഞിരുന്നു തോന്നുന്നു. മിസ് പറയുമ്പോ ഞങ്ങൾ ഇങ്ങനെ കേട്ടിരിക്കും, നോട്ട്സ് ഒന്നും എഴുതില്ല, പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ തുടങ്ങുമ്പോ ഒന്നും അറിയില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് പാർട്ട് 3 എന്ന് പറയുന്നത് കോർ ടോപ്പിക് ആണ് മോണ്ടിസോറി മെത്തേഡില്. അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവാനും ഇച്ചിരി വിഷമമാണ്. പ്രത്യേകിച്ചും 3rd യൂണിറ്റ്, 7th യൂണിറ്റ്, 10th യൂണിറ്റ്, ബാക്കിയൊന്നും വലിയ പ്രശ്നമില്ല. ആ 3rd, 7th, 10th ഇതിനാണ് ടൈം കൂടുതൽ വേണ്ടത്. 10 മനസ്സിലാക്കും, ബാക്കിയൊക്കെ മനസ്സിലാവും. 10 ആണ് നമുക്ക് ഇച്ചിരി പ്രശ്നം തോന്നുന്നത്. അതിൽ 2-3 ടേംസേ ഉള്ളൂ. 10th മോണ്ടിസോറി ടേംസ് ആണ്. ആ ടേംസ് എന്താന്ന് നമ്മളൊന്ന് റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും അതിൽ നിന്ന് വരുന്നവർക്ക് പേടിക്കണ്ട. ഇപ്പോ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് അല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതല്ലേ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നത്, 7 എടുക്കണത്. ഇപ്പോ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞ ഒന്നുമല്ല, മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത ക്ലാസ് റൂമിന് അവർ ക്ലാസ് റൂം എന്ന് പറയാറില്ല. ആ സ്കൂളിന് അവർ സ്കൂൾ എന്ന് പറയാറില്ല, ചിൽഡ്രൻസ് ഹൗസ് എന്നാണ് പറയുന്നത്. ആ വീട്ടിലെ കുട്ടികൾ ഇരിക്കുന്ന എൻവയോൺമെന്റ് അല്ലെങ്കിൽ ആ ഒരു ചിൽഡ്രൻസ് ഹൗസിലെ ക്ലാസ് റൂമിനെയാണ് അവർ ആ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവിടെ എന്തൊക്കെ ചെയ്തു അതാണ് നമ്മൾ അതിന്റെ കൂടെ കുട്ടികൾ കടന്നു പോയപ്പോ കുട്ടികൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു ഇതാണ് നമ്മൾ അതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കണം അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരിക. ആ എൻവയോൺമെന്റിലൂടെ കടന്നു പോകുമ്പോൾ കുട്ടികൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരും, ഇതൊക്കെയാണ് അതിനകത്ത് മെയിൻ വരുന്നത്. അത് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഇതായിട്ട് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് വേണ്ടതെങ്കിൽ അതും കൂടെ ചേർത്ത് പറയാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് മാത്രം ഞാൻ ആ ലെസൺ എടുക്കില്ല, കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ടൈം വേണ്ടുന്ന ഒരു ലെസൺ ആണ് 7th ലെസൺ. കാരണം 7th ലെസൺ ഉള്ളിലേക്ക് കയറാതിരിക്കുമ്പോഴാണ് പലർക്കും പല പ്രശ്നങ്ങൾ വരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിക്ക് ഞാൻ വൈവ ചെയ്തായിരുന്നു. ക്ലാസ്സിൽ കയറാറില്ല, റെക്കോർഡ് ക്ലാസ് കേൾക്കാറില്ല, പേഴ്സണൽ ഗ്രൂപ്പ് അതായത് കൂടെ പഠിക്കുന്ന കുട്ടികളുമായിട്ടും യാതൊരു കണക്ഷനും ഇല്ല. ഇതിലേതെങ്കിലും ഒന്ന് നടന്നാൽ തന്നെ മോണ്ടിസോറി മെത്തേഡ് അവരുടെ ഉള്ളിലേക്ക് കയറും. ഓക്കെ, ആള് എവിടെ വർക്ക് ചെയ്യാണ് കേട്ടോ, അതുകൊണ്ടാണ് പറ്റുന്നില്ല. പക്ഷേ ഷീ നീഡ്സ് എ ജോബ്. അത് പുറത്തു പോകണം, കാരണം അറിയാം, ഇത്രയും അറിഞ്ഞു വെച്ചിട്ടുണ്ട്, മോണ്ടിസോറി കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്തു പോയാൽ നല്ല സാലറി കിട്ടും. അത് ആൾക്കറിയാം. വീട് വെക്കണം അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് സുഖമില്ല, അമ്മയെ നോക്കണം, അതൊക്കെ ഓക്കെ.
അപ്പോ വൈവ അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ എന്നെ പേഴ്സണലി വിളിച്ചു. ഞാൻ എന്നിട്ട് പറഞ്ഞു കൊടുത്തു എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. വൈവയ്ക്ക് വന്ന് വൈവ കഴിയുന്നവരെ ഷി വാസ് വെരി ഹാപ്പി, വെരി നൈസ് ടു മീ. ആഫ്റ്റർ ദ വൈവ ഭയങ്കര പ്രശ്നമായിരുന്നു. ആഫ്റ്റർ ദ വൈവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈവ കഴിഞ്ഞ് ഞാൻ മാർക്കിട്ട് പിറ്റേ ദിവസം തുടങ്ങി എന്നെ നിലം തൊടിക്കുന്നില്ല ആ കുട്ടി. ഭയങ്കര പ്രശ്നമായിരുന്നു. ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഈ കോഴ്സ് വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് എവിടെയെങ്കിലും ജോലി കിട്ടും, ഇതിന് എന്താ അഫിലിയേഷൻ ഉണ്ടോ, ഇങ്ങനെ പറഞ്ഞിട്ട് ദിവസം ഒരു 10-20 മെസ്സേജ് എനിക്ക് വരുന്നത്. എനിക്ക് മനസ്സിലായി ആൾക്ക് ഈ മോണ്ടിസോറി മെത്തേഡ് എന്റെ അടുത്ത് ഒരിക്കലും ഇത് കഴിഞ്ഞവര് നിങ്ങളുടെ കൺസേൺസ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് സങ്കടം വരുമ്പോ പറഞ്ഞിട്ടുണ്ട്, ദേഷ്യം വന്നത് എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്, ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് തരുന്ന കാര്യങ്ങൾ പലതും എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പേഴ്സൺ ആ ഒരു രീതിയിൽ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കുട്ടിയെ ഞാൻ അതുപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്തു. അവരുടെ നീഡ്സ് എനിക്കറിയാം. അതിന് നല്ലൊരു ജോലി ഇല്ലെങ്കിൽ അതിന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതും എനിക്ക് മനസ്സിലായിരുന്നു. ലൈക്ക് മാരേജ് ഒക്കെ ഫിക്സ് ചെയ്തിരിക്കുക, ആള് പുറത്തേക്ക് പോകാനായിട്ട് ട്രൈ ചെയ്യുന്നു. അപ്പൊ എല്ലാം പ്ലാൻഡാ. അപ്പൊ അതുകൊണ്ട് ആളുടെ ഒപ്പം പോയി അവിടെ പോയി മോണ്ടിസോറി സ്കൂളിൽ ജോലി വേണം അത് ഉദ്ദേശിച്ചാണ്. അപ്പോ പ്രാക്ടിക്കൽ സെഷന് വന്നിട്ടില്ലായിരുന്നു. അപ്പൊ എവിടെയോ ഇന്റർവ്യൂവിന് ചോദിച്ചപ്പോ അവര് ചോദിച്ചു പ്രാക്ടിക്കൽസ് നല്ലപോലെ അറിയാമോന്ന് ചോദിച്ചു. ആള് കണ്ടിട്ടും കൂടി ഇല്ലല്ലോ, മോണ്ടിസോറി മെറ്റീരിയൽസ് എന്താണെന്നറിയില്ല. അപ്പൊ ഇല്ലാന്ന് പറഞ്ഞപ്പോ എന്നാ നിങ്ങളിവിടെ ട്രൈ ചെയ്യണ്ട, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞു മോണ്ടിസോറി അതിനെപ്പറ്റി പ്രാക്ടിക്കൽസ് അറിയാവുന്നവരെ മാത്രമേ ഞങ്ങൾ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എന്റെ അടുത്ത് ഇങ്ങനെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെ ജോലി കിട്ടുന്നത് അതായത് എന്റെ കുഴപ്പമാണോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ബട്ട് അല്ലാതെ ക്ലാസ്സിൽ കയറാതെ വരുന്ന ചിലരുണ്ട് കേട്ടോ. അവരോട് ഞാനിങ്ങനെ പറയും ഇങ്ങനെ മോണ്ടിസോറി മെത്തേഡ് അറിയാമോ എന്ന് ചോദിക്കുമ്പോ ഇല്ല മിസ്, പക്ഷെ കുട്ടികളെയൊക്കെ ഞാൻ നന്നായി നോക്കും, എനിക്കിഷ്ടമാണ്, ഞാൻ അവരെ പഠിപ്പിക്കാറുണ്ട്, ട്യൂഷൻ എടുത്തിട്ടുണ്ട്, അതൊക്കെ നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. ഞാനപ്പോ ജസ്റ്റ് ബ്രീഫ് ചെയ്യും ഇതാണ് മോണ്ടിസോറി മെത്തേഡ് കേട്ടോ എന്ന് ബ്രീഫ് ചെയ്യും. അപ്പം അവർക്കും ഭയങ്കര സന്തോഷവും. അവർ പറയും ഞാൻ അതൊക്കെ വായിച്ച് മനസ്സിലാക്കി. ഞാൻ പറയും മെറ്റീരിയൽസ് ഒക്കെ പ്രാക്ടിക്കൽസിന് വന്നിട്ടുണ്ടാവില്ല, അങ്ങനെ യൂട്യൂബിൽ നോക്കണോട്ടോ. അപ്പൊ അവർ അതൊക്കെ ഞങ്ങൾ നോക്കി മനസ്സിലാക്കും. അപ്പൊ ഈ ടെക്സ്റ്റും ഞാൻ അവർക്കൊരു റെഫറൻസ് കൊടുക്കും. അപ്പൊ അതാണ് നമുക്ക് പിന്നെ അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ ഒക്കെ തയ്യാറാക്കിയോ എക്സാമിന്റെ? ഞാനോ നിങ്ങളുടെ ഇനി വരാൻ പോകുന്ന എക്സാമിന് അല്ല ടീച്ചറെ, അപ്പൊ ഞാൻ ചോദിക്കുന്നത് എല്ലാ ലെസണും കവർ ചെയ്തിട്ടിടുന്നുണ്ടോ? അതായത് ആ ഒരു ഡേ ആവുമ്പോഴേക്കും എവിടം വരെ തീർന്നു അതിനനുസരിച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ഈ ലെസൺസ് എല്ലാം നന്നായിട്ട് വായിച്ചാലാണ് മനസ്സിലാവുള്ളൂ അല്ലെ? മോക്ക് ടെസ്റ്റ് മാത്രം നമ്മള് മോക്ക് ടെസ്റ്റ് മാത്രം നോക്കരുത്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് വേറെ റെഫറൻസ് ഒന്നുമില്ലല്ലോ, മോക്ക് ടെസ്റ്റുകൾ മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ വായിച്ചിട്ട് തമ്മിൽ ഡിസ്കസ് ചെയ്യൂ. നിങ്ങൾക്കൊരു പ്ലാറ്റ്ഫോം നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഒരു ഡിസ്കഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് തമ്മിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് അതാണ് ശരിക്കും റെസിപ്രോക്കൽ ഹെൽപ്പ്. അതാണ് മോണ്ടിസോറി മെത്തേഡിന്റെ തമ്മിൽ സഹായിക്കുന്നത്. ഒരാളൊരു ഹെൽപ്പ് ചെയ്യുമ്പോൾ മറ്റേ ആള് തിരിച്ചു ഹെൽപ്പ് ചെയ്യുന്നത്. ആരും ടീച്ചറെ നോട്ട് എഴുതിയിട്ടില്ല, അതുകൊണ്ട് എല്ലാരും ടീച്ചറുടെ ക്ലാസ്സിൽ ഞാൻ അടക്കം ടീച്ചറെ നോട്ട് എഴുതില്ല. എന്താ വെച്ചാൽ നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ സൈഡിൽ എന്തെങ്കിലും നോട്ട് ചെയ്യുന്നല്ലാതെ നോട്ട് ചെയ്തില്ല. അപ്പൊ അതുകൊണ്ട് ഡിസ്കഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും ടെക്സ്റ്റ് വായിക്കുമ്പോൾ എന്തായാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവില്ലേ? നമ്മുടെ ക്ലാസ് കഴിഞ്ഞ സമയമാണ് അല്ലെങ്കിൽ ക്ലാസ് ഉള്ള ടൈം ആണെങ്കിൽ ക്ലാസ്സിൽ ചോദിക്കൂ, ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് പേഴ്സണലി ചോദിക്കൂ, ഞാൻ പറഞ്ഞു തരുമല്ലോ. ടീച്ചറെ ഈ MNE എന്നുള്ളതല്ലേ, അത് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാ? അത് ഏത് ലെസണിൽ വരുന്നതാ? അത് 10th ലെസണിലാ, മോണ്ടിസോറി ടേംസിൽ വരുന്നതാണ്. അതൊരു മെമ്മറിയാണ്. അതിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് കണ്ടു ഞാൻ, അപ്പൊ അതുകൊണ്ടാ ചോദിച്ചത്. അത് 10th ലെസൺ ആണ്. അതൊരു ജെനറ്റിക് മെമ്മറിയാണ്. ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും ഉള്ളൊരു മെമ്മറിയാണ്. അതായത് ഫ്ലോറയ്ക്കും ഫോണയ്ക്കും, ഫ്ലോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് ലൈഫ്, ഫോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമൽ ലൈഫ്. അത് മനുഷ്യർക്ക് മാത്രമല്ല മെമ്മറി ഉള്ളത്, ജീവനുള്ള എല്ലാ വസ്തുവിനും ഉള്ള മെമ്മറിയാണ് ഈ മീൻ എന്ന് പറയുന്നത്. അതൊരു ജനറ്റിക് മെമ്മറിയാണ്. അത് നിങ്ങൾക്ക് കണ്ടൂടെ, ഈ നമ്മുടെ വീട്ടില് ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറെ ദിവസം ഇല്ലെങ്കിൽ ആ ചെടിക്ക് ഒരു സുഖം ഉണ്ടാവില്ല. അതേസമയം നമ്മൾ തിരിച്ചു വന്ന് നമ്മൾ അതിനെ വാട്ടർ ചെയ്തു. ഞാൻ ചെടിയോട് സംസാരിക്കുന്ന ഒരാളാണ് കേട്ടോ. എന്നെ ഇവിടെ അതിനെല്ലാരും കളിയാക്കും, പക്ഷെ ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല, ജീവനുള്ള സാധനമാണല്ലോ. ബട്ട് ആ ഒരു ഡിഫറൻസ് ആ ചെടിക്ക് ഉണ്ടാവും.
ഞാനിവിടെ വീട് പണിയുന്ന സമയത്ത് എന്റെ വീടിന്റെ മുന്നിൽ ഒരു തെങ്ങ് ഉണ്ടായിരുന്നു. പൊക്കം കുറഞ്ഞ തെങ്ങാണ്. 1 2 തേങ്ങ ഇതിനകത്തുണ്ടായിരുന്നു. ഇവിടെ വന്ന് താമസം തുടങ്ങിയപ്പോ അതെല്ലാരും കളയൂ എന്ന് പറഞ്ഞു. കാരണം ശരിക്കും നമ്മുടെ വീടിനോട് ചേർന്ന് നിൽക്കുക. ഒരു കൊച്ചു തെങ്ങ് കളഞ്ഞില്ല. തടമൊക്കെ എടുത്ത് അതിന് വെള്ളമൊക്കെ ഇട്ടിട്ട് ഞാൻ ദിവസം അതിനോട് ഒരു സംസാരിക്കും. ഇപ്പൊ അതിലിങ്ങനെ നിറയെ കൊലച്ചിട്ടുണ്ടല്ലോ, അതിങ്ങനെ അതിന്റെ വെയിറ്റ് കൊണ്ട് വയ്യാണ്ട് നിൽക്കാന്ന് തോന്നുന്നു. അത്രയ്ക്ക് ഉണ്ട് അതിനകത്ത്. അപ്പം അത് ജീവനുള്ള എല്ലാത്തിനും ഉള്ളതാണ് ഈ മെമ്മറി. അപ്പൊ അവരുടെ അടുത്ത് അവരോട് അടുപ്പം കാണിച്ച് ചെല്ലുന്നവര് ഇവരുടെ ഓർമ്മയിൽ ഉണ്ടാവും. നമ്മൾ അടുത്ത് ചെല്ലുമ്പോ ഈ ചെടികൾക്ക് വ്യത്യാസം ഉണ്ടോ? നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല. ചില ചെടികളിൽ നല്ല ടീച്ചറെ തെങ്ങിനോട് എന്താ പറയാ? കുറച്ച് നിറയെ തേങ്ങ ഒക്കെ ഇട്ട് അങ്ങനെയൊക്കെയാണോ പറയാ? അല്ല, തേങ്ങ ഇത്രയും കൊലയ്ക്കാൻ കാരണം എന്താ? ഞാനിങ്ങനെ നിന്നോട് പറയും. എനിക്ക് പറയണ്ട, എനിക്കിപ്പോ ഒരാളോട് എന്തെങ്കിലും ഷെയർ ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ ആരും ഇല്ലെങ്കിൽ പോയി തെങ്ങിനോടോ വലുതിനോടൊക്കെ സംസാരിക്കും, പൂച്ചയോടൊക്കെ സംസാരിക്കും. ഭയങ്കര ക്രിയേറ്റിവിറ്റി ആണല്ലേ? അത് പണ്ടില്ലായിരുന്നു. ഈ ഒരു സംഭവം ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മള് എല്ലാരെയും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത്. പൂച്ചയായാലും പട്ടിക്കുട്ടിയാണെങ്കിലും എല്ലാത്തിനെയും ആക്സെപ്റ്റ് ചെയ്യണം. മോണ്ടിസോറി പഠിച്ച് ഇങ്ങനെ ആയോന്ന് ചോദിച്ചു ഹസ്ബൻഡ്. അവരോട് പോയി കിളി പോയോന്നാണ് എല്ലാരും ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ അതൊരു കാര്യം തന്നെയാണ്. അപ്പൊ ഈ നീം എന്ന് പറഞ്ഞോണ്ട് ഞാനത് പറഞ്ഞു കേട്ടോ. കാരണം നീം എടുക്കുമ്പോൾ ക്ലാസ്സിൽ ഞാൻ ഇക്കാര്യം പറയാറുണ്ട്. ജനറ്റിക് മെമ്മറിയാണ് നീം എന്ന് പറയുന്നത്. അത് എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട് ഈ ഒരു മെമ്മറി. അതിൽ 2-3 ടേംസ് വരുന്നുണ്ട്. ഹോം, നെബുലെ, നീം എന്ന് പറയുന്നത്. ഹോം ജസ്റ്റ് കണക്റ്റഡ് വിത്ത് നമ്മുടെ ഹോർമോൺസ് ആണ്. അതായത് നമുക്കറിയാം ചില കുട്ടികൾ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും അല്ലെ, ഭയങ്കര വികൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവും. അപ്പൊ ടീച്ചർമാർ ചെയ്യുന്നത് അവരെ പിടിച്ച് ലീഡറാക്കും. പണ്ട് കാലം തുടങ്ങി നമ്മൾ കാണുന്നത്. അതായത് അവരുടെ ആ എക്സ്ട്രാ എനർജീനെ പോസിറ്റീവ് സൈഡിലേക്ക് ഡീവിയേറ്റ് ചെയ്യിക്കും. അതാണ് ഹോം ചെയ്യുന്നത്. ഹോം എന്ന് പറയുന്നത് അതാണ്. നെബുല എന്ന് പറഞ്ഞാൽ ഹോം ജസ്റ്റ് റിലേറ്റഡ് വിത്ത് നമ്മുടെ ഹോർമോൺസ്. നമുക്ക് പല രീതിയിലുള്ള ഹോർമോൺസ് ഉണ്ടല്ലേ നമ്മുടെ ബോഡിയിൽ. അപ്പൊ ഈ എനർജി ലെവൽസ് പലർക്കും പല രീതിയിലായിരിക്കും. ചിലർക്ക് ഇത് ഭയങ്കരമായിട്ടുണ്ടാവും. അപ്പൊ ഈ എക്സ്ട്രാ ഉള്ള ഒരു എനർജിയാണ് ഹോം എന്ന് പറയുന്നത്. ഈ എക്സ്ട്രാ എനർജീനെ പോസിറ്റീവ് സൈഡിലേക്ക് യൂസ് ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടുന്നു. അപ്പൊ എല്ലാ മനുഷ്യരിലും ഈ ഹോം ഉണ്ട്. നിങ്ങൾ ആ ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ അത് തലയിലേക്ക് കയറില്ല. അതിനെ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് അത് ശരിക്കും മനസ്സിലാവുള്ളൂ. മനസ്സിലായോ? ആ ലെസന്റെ ബാക്കിയുള്ളതൊക്കെ പിന്നെ പോട്ടെ, റെക്കോർഡ് ക്ലാസ് കണ്ട് ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ അത് വായിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടും. പക്ഷെ ഈ 10th ലെസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതാണ്, പക്ഷെ അതിനകത്ത് ഇങ്ങനെ കുറെ ടേംസ് ഉണ്ട്. ഇത് എന്താണ് ഇതെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മളെ ക്ലാസ്സിൽ അതിനെ പറ്റി പറഞ്ഞു തന്നെ മനസ്സിലാക്കും. ഹോം ഇതാണ് ചെയ്യുന്നത്. ക്ലാസ് ഇടയ്ക്ക് കട്ടായി പോയായിരുന്നോ? ഇല്ല, പോയില്ലല്ലോ, കട്ടായില്ലല്ലോ. എന്റെ ഇവിടെ കട്ടായി പോയി. ആണോ? നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കാം. കട്ടായില്ലല്ലോ. വേറെ ആർക്കെങ്കിലും കട്ടായോ? അപ്പൊ അതാണ്. പിന്നെ അതിനകത്ത് നെബുല എന്ന് പറയുന്നത് നമ്മൾക്കൊരു പൊട്ടൻഷ്യൽ ഉണ്ടല്ലേ, ഇത് നമ്മൾ പലപ്പോഴും മനസ്സിലാകുന്നില്ല. അപ്പൊ ഈ പൊട്ടൻഷ്യലിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എനർജി ഫോഴ്സ് ആണ് ഹോം. ഹോമും നെബുലയും തമ്മിൽ കണക്ഷൻ മനസ്സിലായോ? നമുക്കൊരു കഴിവുണ്ട്, പക്ഷെ നമ്മൾ അറിയണില്ല നമ്മുടെ കഴിവ് എന്താന്നുള്ളത്. ആ പൊട്ടൻഷ്യലിനെ ഫോഴ്സ് കൊടുക്കുന്ന ഒരു എനർജി സോഴ്സ് ആണ് ഹോം എന്ന് പറയുന്നത്. ഇതൊന്നും നിങ്ങൾ അതിനകത്ത് വായിച്ചത് നിങ്ങൾക്ക് കിട്ടില്ല. ഓക്കെ, പിന്നെ വരുന്നത് നമ്മുടെ മെമ്മറി. കോൺഷ്യസ് ലെവലിലും ഉണ്ട്, അൺകോൺഷ്യസ് ലെവലിലും ഉണ്ട്. നീം അതൊരു ജനറ്റിക് മെമ്മറിയാണ്. ഒരു ഏജ് വരെ നമ്മൾക്ക് ഓർമ്മയുണ്ടാവില്ല. അത് കഴിയുമ്പോഴേക്കും നമ്മൾ കോൺഷ്യസ് മൈൻഡ് ആയി മാറും. നമ്മുടെ കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡും തമ്മിലുള്ള വ്യത്യാസം എന്താ? കോൺഷ്യസ് മൈൻഡ് നമ്മൾ ഉറങ്ങുമ്പോൾ റെസ്റ്റ് എടുക്കും. അതേസമയം അൺകോൺഷ്യസ് മൈൻഡ് അപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഹിപ്നോട്ടൈസ് ചെയ്യുന്നവര്. സയന്റിഫിക് ആയ മെത്തേഡ് അല്ല ഹിപ്നോട്ടൈസ്, എന്നാലും അതിന് റിസൾട്ട് ഒക്കെ ഉണ്ടല്ലോ. അവര് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറക്കിയിട്ട് കുറെ കാര്യങ്ങൾ നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കില്ലേ. അതായത് നമ്മളുടെ ഉറങ്ങാത്ത മെമ്മറിയിൽ നിന്നാണ് അവരത് എടുക്കുന്നത്, സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന്. ഈ അൺകോൺഷ്യസ് മൈൻഡിന്റെ ഭാഗം കോൺഷ്യസ് ആയിട്ടിരിക്കുമ്പോൾ നമുക്കറിയാം എന്ത് പറയണം, എന്ത് പെരുമാറണം എന്നുള്ളത്. അൺകോൺഷ്യസ്, അതായത് നമ്മളുടെ ഹിപ്നോട്ടൈസ് ചെയ്ത് നമ്മളെ ഉറക്കിയിട്ട് ഇവര് വിവരങ്ങൾ എടുക്കുന്നത് ഈ അൺകോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്. അതാണ് മെമ്മറിക്ക് 2 പാർട്ട്, കോൺഷ്യസും അൺകോൺഷ്യസും. ഇതൊക്കെയാണ് അതിൽ വരുന്നത്.
കേട്ട് പേടിക്കൊന്നും വേണ്ട. നമ്മൾ നന്നായി മനസ്സിലാക്കിയ രസകരമാണത്. വേറൊന്നുമില്ല. ഈ 2-3 ടേംസിനെ കുറിച്ചാണ്. പിന്നെ അഡാപ്റ്റേഷൻ അതിൽ വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അഡ്ജസ്റ്റ്മെന്റ്, പൊരുത്തപ്പെടുക പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു റിലീജിയസില് മാരേജ് സമയത്ത് നിങ്ങൾ രണ്ടുപേരും പരസ്പരം പൊരുത്തപ്പെട്ട് ജീവിക്കണം. എന്ത് മനോഹരമായ വാക്കുകളാണ്. അതിന്റെ അർത്ഥം ഒരാൾ ഇങ്ങനെ സ്ലേവ് ആവുക എന്നുള്ളതല്ല. രണ്ടുപേരും ഒരു ഇഷ്ടത്തോടു സോറി ടീച്ചറെ, ഈ 10ാമത്തെ ലെസൺ എടുത്തിട്ടില്ലല്ലോ. ഇല്ല, എടുത്തിട്ടില്ല. ഞാൻ ആ ഫോം നീയും ചോദിച്ചപ്പോ ഞാൻ ഇത്രയും കാര്യങ്ങൾ അല്ലല്ല, പറഞ്ഞു. നല്ലതായി ടീച്ചർ പറഞ്ഞത് നല്ലതായി. ഞാൻ കേറാതിരുന്നിട്ടാണോ എന്നിട്ട് ഞാൻ ചോദിച്ചത്. 10ാമത്തെ ലെസൺ ഞാൻ വന്നിട്ടില്ല. അത് ഏറ്റവും അവസാനം ഞാൻ എടുക്കുള്ളൂ. നിങ്ങൾക്ക് ഇപ്പൊ 7th യൂണിറ്റ് അല്ലേ എടുത്തോണ്ടിരിക്കുന്നത്. സംശയം ചോദിച്ചപ്പോ ഓക്കെ, ഈ അഡാപ്ഷനെ കുറിച്ച് ഒന്ന് പറയാം ടീച്ചർ. എന്തായാലും പറഞ്ഞില്ലേ. അഡാപ്ഷൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ രണ്ടും സെയിം തന്നെയാണ്. ശ്രദ്ധിക്കുക, അഡോപ്റ്റ് അല്ല, അഡാപ്റ്റ്. ADAPT. OPT എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, സ്വീകരിക്കുക, ദത്തെടുക്കുക, ആ ഒരു മീനിങ് ഒക്കെ വരും. അഡോപ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ അഡാപ്ഷൻ ആണ്. ADAPTION. അഡാപ്റ്റേഷനും സെയിം മീനിങ് തന്നെയാണ്. മറിയം മോണ്ടിസോറി വളരെയധികം എൻഹാൻസ് ചെയ്ത് പറഞ്ഞ ഒരു വേർഡാണ് അഡാപ്ഷൻ. ഈ അഡാപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് തന്നെയാണ്. ബട്ട് ഇഷ്ടത്തോടെയുള്ള അഡ്ജസ്റ്റ്മെന്റ്. യെസ്, ഐ ലൈക്ക് അഡ്ജസ്റ്റ്മെന്റ്. എനിക്കത് എന്നോട് അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണെന്ന് നമ്മൾ പറയില്ലേ. നമ്മളൊരു സൊസൈറ്റി ജീവിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. നമ്മൾ അതിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ക്ലാസ് ടൈം, അപ്പൊ നമ്മൾ മറ്റുള്ള ടൈം കാര്യങ്ങളൊക്കെ. അസ്ന ഒന്ന് മ്യൂട്ട് ചെയ്യാമോ പ്ലീസ്? അസ്ന ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? അറിയണില്ല തോന്നുന്നു. അപ്പൊ അതും ഞാൻ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന് മ്യൂട്ട് ചെയ്യാമോ? എക്സാമിന് ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അഡാപ്റ്റേഷന്റെ മീനിങ് എന്താണ്, അല്ലെങ്കിൽ അഡാപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണ്ടിസോറി മെത്തേഡ് വാട്ട് ഈസ് മെൻ ബൈ അഡാപ്ഷൻ. അപ്പൊ അതിനകത്ത് ഞാൻ പല ഓപ്ഷൻസ് കൊടുക്കും. ഇതൊന്നും ടെക്സ്റ്റിലുള്ളതല്ല കേട്ടോ. ഓപ്ഷൻ ടെക്സ്റ്റിലുള്ളതല്ല. കോംപ്രമൈസ്, അഡ്ജസ്റ്റ്മെന്റ് വിത്ത് ഡിസ്ലൈക്ക്, അഡ്ജസ്റ്റ്മെന്റ് വിത്ത് ലൈക്ക്. നമ്മള് മനസ്സോട് കൂടിയുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് അഡാപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ കൊച്ചു കുഞ്ഞുങ്ങളെ ഈ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിലൂടെ കൊണ്ടുപോകുമ്പോൾ ഇവര് പെട്ടെന്ന് അഡാപ്റ്റഡ് ആകും. ആലോചിച്ചു നോക്കൂ, ഒരു +2 ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവര് ചിലപ്പോൾ പുറത്തെവിടെയെങ്കിലും പഠിക്കാൻ പോകുന്നു, ഹോസ്റ്റലിൽ നിൽക്കുന്നു. അപ്പൊ വീട്ടിൽ കിട്ടിയ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒന്നും ആയിരിക്കില്ല. ക്ലൈമറ്റ് വേറെയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട വരുന്നു അല്ലെ. അവർക്ക് പെട്ടെന്ന് പറ്റും. കാരണം ചെറുപ്പം തുടങ്ങി അവര് പല രീതിയിലുള്ള കണ്ടീഷൻസിനനുസരിച്ച് അവർ വളരെ കൂളായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത കുട്ടികളാണ്. ജോലി കിട്ടി എവിടെയെങ്കിലും പോകുന്നു. ഇറ്റ്സ് വെരി ഈസി ഫോർ ദം ടു അഡ്ജസ്റ്റ്. മാരേജ് കഴിഞ്ഞിട്ട്, പ്രത്യേകിച്ചും പെൺകുട്ടികൾ മാരേജ് കഴിഞ്ഞ് വേറൊരു വീട്ടിലേക്ക് പോകും. ഡിഫറെന്റ് കൾച്ചർ ആയിരിക്കാം, ഫുഡ് കൾച്ചർ ഡിഫറെന്റ് ആയിരിക്കും, ട്രഡീഷൻസ് ഫോളോ ചെയ്യുന്ന ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ പല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ് അവിടെയും അവർക്ക് പറ്റും. അപ്പൊ ഒരു അഡൾട്ട് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടഫായിരിക്കും. പക്ഷെ കുട്ടികൾക്ക് ചെറുപ്പത്തിലേ ആ ഒരു ഇത് വരുമ്പോൾ അവർ അഡ്ജസ്റ്റഡ് ആകും പെട്ടെന്ന് സിറ്റുവേഷൻസുമായിട്ട്. ഓക്കെ, അപ്പൊ അതാണ് മറിയം മോണ്ടിസോറി അഡാപ്ഷൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഇത്രയും കുറെ ടേംസ് ഒക്കെയാണ് മോണ്ടിസോറി ടേംസിൽ വരുന്നത്. അഡാപ്ഷൻ എങ്ങനെയാ ടീച്ചർ ക്വസ്റ്റ്യൻ വരിക? ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്? ഇൻ മോണ്ടിസോറി മെത്തേഡ് അഡാപ്ഷൻ മീൻസ് ഡാഷ്. അപ്പൊ ഓപ്ഷൻസ് ഇങ്ങനെയാ കൊടുക്കുന്നത്: കോംപ്രമൈസ്, അഡ്ജസ്റ്റ്മെന്റ് വിത്ത് ഡിസ്ലൈക്ക്, ഇഷ്ടമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്യുന്നു, അഡ്ജസ്റ്റ്മെന്റ് വിത്ത് ലൈക്ക്. ഇഷ്ടത്തോടെ നമ്മൾ മനസ്സോടെ നമ്മൾ ചെയ്യുന്നത്. 5th ബാച്ചിലെ കുട്ടികൾക്ക് പഴയ ബാച്ചിന്റെ ക്വസ്റ്റ്യൻസ് കിട്ടിയപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോ അവരെന്നോട് ചോദിക്കുക, ഞങ്ങൾക്ക് മനസ്സിലായി ഇത് മിസ്സിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന്. അപ്പൊ ഇത് ഞാൻ ക്ലാസ്സിൽ പലതവണ പറഞ്ഞിട്ടുണ്ട്. അഡാപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടത്തോടെ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഞാൻ ക്ലാസ്സിൽ പലതവണ പറഞ്ഞല്ലേ, നിങ്ങൾ കേട്ടതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ്. സോ അതുകൊണ്ട് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ ആ ക്ലാസ്സിൽ പലതവണ കേട്ടിട്ടുള്ളവർക്ക് അത് അറിയാനായിട്ട് പറ്റും. അപ്പം അത് ഫസ്റ്റ് ബാച്ചിലുള്ളവർ എന്നോട് പറയും, ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് മോഡൽ എഴുതി കഴിഞ്ഞപ്പോ അവർ ഭയങ്കര പരാതിയായിരുന്നു, ഭയങ്കര ടഫായിരുന്നു, അങ്ങനെ ഇങ്ങനെ കുറെ. കാരണം അവർ ഫസ്റ്റ് ബാച്ചിലേ, അവർക്ക് വേറെ റെഫറൻസ് ഒന്നും ഇല്ലല്ലോ.
അത് കഴിഞ്ഞപ്പോ നീ എന്നോട് പ്രസിദ്ധ മാം ചോദിച്ചു, ഔട്ട് ഓഫ് സിലബസ് ആണോ ക്വസ്റ്റ്യൻ ഇടുന്നതെന്ന് ചോദിച്ചു. കാരണം ഇവര് ഭയങ്കര ടഫാന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറഞ്ഞ് ഇങ്ങനെ പോയാൽ ഞങ്ങൾ തോറ്റു പോകും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒരു റിഫ്രഷിംഗ് സെഷൻ വെച്ചു. കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ഒന്നുകൂടെയൊക്കെ റിഫ്രഷൻ കൂടുതൽ 7th യൂണിറ്റ് 3rd യൂണിറ്റ് പിന്നെ ഡിഫൻസ് മെക്കാനിസം അങ്ങനെ അവർ ആവശ്യപ്പെട്ട ചില ചാപ്റ്റേഴ്സ് ആയിരുന്നു റിഫ്രഷിംഗ് സെഷൻ വെച്ചു കൊടുത്തത്. അത് കഴിഞ്ഞപ്പോഴേക്കും അവർ ഭയങ്കര ഹാപ്പിയായി. എക്സാം നല്ലപോലെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റി. അപ്പൊ മാം എന്നോട് ചോദിച്ചു, ഔട്ട് ഓഫ് സിലബസ് ആണ് ക്വസ്റ്റ്യൻ ഇടുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മാം എന്റെ രീതി ഇങ്ങനെയാണ്, ഞാൻ അവരെ കൊണ്ട് ഇത് ചെയ്യിച്ചിട്ടുണ്ട്, വാക്സിനേഷന്റെ ആ ഒരു ചാർട്ട് ചെയ്യിച്ചിട്ടുണ്ട്. അത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ തന്നെ എടുക്കണം, പണ്ടത്തെ എടുക്കരുത്. കാരണം നിങ്ങളുടെ PDF ഉണ്ടാകും ഇമ്മ്യൂണൈസേഷന്റെ ടേബിള്. ഇപ്പോഴത്തെ അപ്ഡേറ്റഡ് വേർഷൻ നമ്മൾ എടുക്കണം. അത് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. എന്റെ ചേച്ചി നഴ്സ് ആയതാണ്, ഞാൻ ആ സമയത്ത് ഏറ്റവും അപ്ഡേറ്റഡ് വേർഷൻ അവർക്ക് ഷെയർ ചെയ്തിരുന്നു. അപ്പം അത് ഞാനിങ്ങനെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു, ഏതൊരു ഏജിലാണ് ഈ ഒരു വാക്സിനേഷൻ, അല്ലെങ്കിൽ എന്തിന് അഗെയിൻസ്റ്റ് ആണ് ഈ ഒരു വാക്സിനേഷൻ, ലൈക്ക് BCG ഏത് ടൈമിലാണ് കൊടുക്കുന്നത്, ഡെലിവറി ആകുന്നതിന് മുമ്പ് അമ്മ അതായത് പ്രഗ്നന്റ് ആയ മദർ ഡെലിവറിക്ക് മുമ്പ് എടുക്കുന്ന ഒരു വാക്സിനേഷൻ ഏതാണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ടെക്സ്റ്റിൽ വേണമെന്നുണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ളൂ. ഇതറിയില്ല, ആരും മിണ്ടുന്നില്ലല്ലോ. അതിപ്പോ പറഞ്ഞത് ഞാൻ കേട്ടില്ല. ഒരു പ്രഗ്നന്റ് മദറിന് ഡെലിവറിക്ക് മുമ്പ് ഏത് വാക്സിനേഷൻ, 2 ബൂസ്റ്റർ എടുക്കില്ലേ, ഫസ്റ്റ് ബൂസ്റ്റ് സെക്കൻഡ് ബൂസ്റ്റർ? അതിങ്ങനെ ഞാനിപ്പോ ആയിരുന്ന സമയത്ത് ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പൊ അത് മാറുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് അപ്ഡേറ്റഡ് വേർഷൻ എപ്പോഴും നമ്മൾ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ ചാർട്ടിൽ നോക്കണം എന്ന് പറയുന്നത്. പിന്നെ ബർത്ത് സമയത്ത് കുട്ടിക്ക് കൊടുക്കുന്ന വാക്സിനേഷൻ ഏതാണ്, ബർത്ത് ചെയ്ത ഉടനെ BCG എടുക്കാത്തൊരു കുട്ടിയാട്ടോ ഞാൻ. അതാണ് ഇത്ര എനർജി അല്ലേ? എനിക്ക് BCG എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചേച്ചി ഞാനും തമ്മിൽ ഒരു വയസ്സ് 4 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ചേച്ചി കുഞ്ഞായത് കാരണം അമ്മയുടെ അമ്മ ചേച്ചിയെ നോക്കുമായിരുന്നു. അപ്പൊ അമ്മയുടെ കൂടെ ഒരു വല്യമ്മ, പരിചയങ്ങളൊന്നല്ല, നോക്കാൻ വേണ്ടിയിട്ട് ഒരു വല്യമ്മ വ്യക്തി. വല്യമ്മ എന്ന് പറഞ്ഞാൽ കല്യാണം ഒന്നും കഴിക്കാത്തായിരുന്നു. അമ്മ പറഞ്ഞു കേട്ട കഥയാട്ടോ. അങ്ങനെ അവർക്ക് കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. അപ്പൊ അമ്മയ്ക്ക് സ്റ്റിച്ച് ഉണ്ടായിരുന്നു. എന്നെ ആ വല്യമ്മയുടെ കയ്യിൽ കൊടുത്തു BCG എടുപ്പിക്കാൻ വേണ്ടിയിട്ട്. അവരവിടെ ചെന്നപ്പോ കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര കരച്ചില്. അവര് കൊടുക്കാതെ തിരിച്ചു വന്നിട്ട് അമ്മോട് കൊടുത്തു എന്ന് പറഞ്ഞു. BCG എടുത്തു കഴിയുമ്പോ ഒരു ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാവില്ല. അന്ന് അമ്മയ്ക്ക് അതൊന്നും മനസ്സിലായില്ല. പക്ഷെ ഈ BCG എടുക്കുന്നതിന് ഒരു പാട് വരുമല്ലോ. എനിക്ക് അങ്ങനെ തടിച്ചു വരില്ലേ, അങ്ങനെയല്ലേ BCG, പണ്ടത്തെ BCG ഇപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ചെറുതായിട്ട്, പണ്ട് വലുതായിരുന്നു, നമ്മുടെ സമയത്ത് ഒരു ചെറിയ റൗണ്ട് ആയിരുന്നു. എനിക്കതില്ല. അമ്മയ്ക്ക് പിന്നീട് മനസ്സിലായി എടുത്തിട്ടില്ല. അത് എനിക്കൊരു റിസ്ക് തന്നെയായിരിക്കൂലെ, ഒരു റിസ്ക് ഫാക്ടർ ആയിരിക്കൂലെ എനിക്ക് TB വരാൻ. അയ്യോ, ഓർക്കാൻ വയ്യ. അങ്ങനെയൊന്നും ഇല്ല ടീച്ചർ, അതൊക്കെ വെറുതെ പറയുന്നത്. നല്ല ആരോഗ്യം ഉണ്ടാവും ചിലപ്പോ. BCG ഓർക്കുമ്പോഴൊക്കെ ഞാൻ ഇക്കാര്യം ഓർക്കും, അമ്മ പറഞ്ഞ കഥ. അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്നത്തെ അത് ക്ലാരിഫിക്കേഷനിലൂടെ പോയി. നിങ്ങൾ ടെൻഷൻ ആവണ്ട, വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ വായിക്കും. പിന്നെ നിങ്ങൾക്ക് മോഡൽ. ഞാൻ പറയട്ടെ ഒരു കാര്യം ടീച്ചറെ, ഞങ്ങൾ എക്സാമിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ട ലെസൺസ് ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? കൂടുതൽ ഇമ്പോർട്ടന്റ്, അതായത് കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ലെസൺ. ഇപ്പൊ നമുക്ക് 10 ലെസൺ ഉണ്ടല്ലോ, ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധയോടുകൂടി വായിക്കേണ്ടതും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതുമായിട്ടുള്ള ലെസൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കൂടുതൽ വായിച്ച് പഠിക്കാമല്ലോ. അങ്ങനെയാണ്. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ അപർണ മിസ്സിനോട് കൂടെ ഒന്ന് ചോദിക്കുന്നത് നന്നായിരിക്കും. കാരണം എന്താ വെച്ചാല് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെ വേണമെന്നല്ല, ഏത് ലെസണിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഏത് വേണം എന്ന മിസ്സാണ് പലപ്പോഴും ചെക്ക് ചെയ്തിട്ട് പറയാറ്. അപ്പൊ മിസ് എന്നോട് പറഞ്ഞിട്ടുള്ളത് യൂണിറ്റ് 7 അത് ഇമ്പോർട്ടന്റ് ആണല്ലോ, അത് മോണ്ടിസോറി കോർ ടോപ്പിക് ആണ്. അപ്പൊ യൂണിറ്റ് 7, 3 ഇതിന്ന് രണ്ടിനും എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞൊരു കൊച്ചു ലെസൺ ഉണ്ട്, സെക്കൻഡ് 1, അതിൽ നിന്നൊരു 2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ, കുറച്ചല്ലേ ഉള്ളൂ. പിന്നെ 1 അറിയാം മോണ്ടിസോറിയുടെ ആ ഒരു ഇതിലേക്ക് വരാനുണ്ടായ കുറച്ച് കാര്യങ്ങളും, അവര് ആദ്യമായിട്ട് മോണ്ടിസോറി സ്കൂൾ എവിടെ ചെയ്തു, അത് ഏത് വർഷം, ഇതൊക്കെ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. പിന്നെ അവർ AMI അസോസിയേഷൻ മോണ്ടിസോറി ഇന്റർനാഷണൽ എന്ന് പറയുന്നത് എവിടെയാണ് തുടങ്ങിയത്, അതും ഇമ്പോർട്ടന്റ് ആണ്.
അതൊക്കെ ആണ് അതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ കാസാഡെ പാമ്പിനിയുടെ മീനിങ് എന്താണ്, അപ്പൊ അതൊക്കെ AMIയുടെ ഫുൾ ഫോം എന്താണ്, ഇതൊക്കെയാണ് ആ യൂണിറ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. വേറെ കൂടുതലായിട്ട് അതിൽ നിന്നും ചോദിക്കാനായിട്ട് വരാറില്ല. പിന്നെ അവരുടെ എയിം എന്തായിരുന്നു, മറിയ മോണ്ടിസോറിയുടെ എയിം എന്തായിരുന്നു, ഒരു മോണ്ടിസോറി എന്തായിരുന്നു അവരുടെ എയിം, എന്ത് മനസ്സിൽ ആഗ്രഹിച്ചാണ് അവർ ഈ മെത്തേഡ് തുടങ്ങിയത്. അവർക്ക് ഓൾ യൂണിവേഴ്സില് പീസ് ആൻഡ് ഹാർമണി അല്ലെ. ഹാർമണി എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെ ഒരു പീക്കാണല്ലോ, അതായത് സുഖം, സന്തോഷം, സമാധാനം എല്ലാം കൂടെ ചേരുന്ന ഒരു ഹാർമോണിയസ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. പീസ് ആൻഡ് ഹാർമണി ഈ യൂണിവേഴ്സിൽ ഉണ്ടാക്കുക, അതായിരുന്നു അവരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ആ ഒരു യൂണിറ്റിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. സെക്കൻഡ് യൂണിറ്റിൽ നിന്ന് 2 or 3, ചിലപ്പോൾ 1 ക്വസ്റ്റ്യനിലും ഒതുങ്ങിയിട്ടുണ്ട്. പിന്നെ തേർഡ് യൂണിറ്റിലാണ് നമ്മുടെ ഏതായാലും തേർഡ് യൂണിറ്റ് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് അല്ലേ, അതിൽ നിന്നും ഒരു 4 ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം ചോദിക്കാം. കണ്ടന്റ്സ് ഒക്കെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. സെൽഫ് കൺസ്ട്രക്ഷൻ 4th വന്നു, അതെല്ലാം ഒരു 3-4 ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരാം. 7 വളരെ ഇമ്പോർട്ടന്റ് ആണ്, മാക്സിമം ക്വസ്റ്റ്യൻസ് 7 ചോദിക്കാം. മേ ബി 8 ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അത് നിങ്ങൾക്ക് എന്തോ നമ്മുടെ ഫൈനൽ എക്സാം ജൂലൈ എന്നത്തേക്കായിരിക്കും മിസ്സേ? നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു എക്സാം 23rd അല്ലേ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് കറക്റ്റ് ഒരു ആരൊക്കെയോ എന്നോട് ചോദിച്ചോളൂ, എനിക്ക് കറക്റ്റ് ഒരു ഡേറ്റ് പറയാൻ മോഡൽ 27 ആ ലാസ്റ്റ്. അതെ മനസ്സിലായി. നിങ്ങൾക്ക് ഇനി പ്രാക്ടിക്കൽ സെഷനും വേണ്ടേ? പക്ഷെ 5th പ്രാക്ടിക്കൽ സെഷൻ ലേറ്റ് ആയിരുന്നു, അവർക്ക് പരീക്ഷ കഴിഞ്ഞു, പ്രാക്ടിക്കൽ സെഷൻ ഇനിയാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ ആ ഷെഡ്യൂൾ വരും എന്നുള്ളത് ഇതുവരെ ഈ മഴയുടെ ഒക്കെ ഒരു പ്രശ്നം കൊണ്ടാണ് അന്ന് അവരുടെ മാറ്റി വെച്ചത്. ഭയങ്കര മഴ വന്നിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് മാറ്റി വെച്ച ഡേറ്റ് ഒക്കെ ഫിക്സ് ആയിട്ട് അവരുടെ. പക്ഷേ എക്സാം കഴിഞ്ഞു, ഇനി അതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലും മാറ്റം ആ രീതിയിൽ വരും. അതുകൊണ്ടാണ് പലരും ചോദിച്ചിട്ട് എനിക്ക് കറക്റ്റ് ഒരു ഡേറ്റ് പറയാൻ പറ്റാത്തത്. പെട്ടെന്ന് എന്തായാലും നടത്തും. പെട്ടെന്ന് ജൂലൈയിലുണ്ടാവൂലേ ചിലപ്പോ? ഏതാ ജൂലൈയിലുണ്ടാവോ എക്സാം, മെയിൻ എക്സാം? പാടായിരിക്കും. കാരണം എനിക്കിനി എന്നോട് ചോദിച്ചു എന്ന് തീരുന്നുള്ളത് ചോദിച്ചു. എനിക്കിനി ഒരു 5 ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് തീരാം. പിന്നെ PG തീരണ്ടേ സഫിയ? ഡിപ്ലോമയുടെ എക്സാം എന്തായാലും തുടങ്ങും, PGയുടെ അതിനുശേഷം. PG നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. PGയുടെ മോഡൽ എക്സാം ഉണ്ടാവോ മാം? PGക്ക് ഇപ്പം പറഞ്ഞിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാലേ മറ്റതിന് മോഡൽ എക്സാം എന്നുള്ള ടേം എക്സാം ആക്കി മാറ്റിയില്ല. PGക്ക് എങ്ങനെയാ ഒറ്റ എക്സാം ആക്കോ എന്താ അറിയില്ല. എന്തായാലും മെയിൻ എക്സാമിന് മുമ്പ് ഒരു എക്സാം ഉണ്ടാവും. പിന്നെ ടീച്ചറെ എത്ര ക്വസ്റ്റ്യൻസ് വരും എക്സാമിന്? മോണ്ടിസോറിന്നോ? മോണ്ടിസോറി. അതെ അതെ. മെയിൻ എക്സാമിനാണോ ചോദിച്ചേ? അല്ലല്ല, ഇപ്പൊ നമുക്ക് നടക്കാൻ പോകുന്ന എക്സാം. അതെനിക്ക് അതിന്റെ സ്പ്ലിറ്റ് അപ്സ് ഉണ്ട് കേട്ടോ, ഞാൻ പറയാം. പാർട്ട് 3യിൽ നിന്ന് പാർട്ട് 3യുടെ ഒരു സബ്ജക്റ്റില് ടോട്ടൽ എന്തായാലും നിങ്ങൾക്ക് അറിയാലോ 40 ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഞാൻ എടുക്കുന്ന പോർഷനിൽ നിന്ന് 18 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപർണ മിസ്സിന്റെ പോർഷനിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ, ആതിര മിസ്സിന്റെ പോർഷനിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? ഞാൻ എടുത്ത പോർഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരുന്നു? 3, 4, 7, 10 ഉണ്ടെങ്കിൽ, 10 ഇല്ലെങ്കിൽ അതിനനുസരിച്ച് മറ്റ് യൂണിറ്റുകളിൽ കൂടും. 18 ക്വസ്റ്റ്യൻസ് ഞാൻ എടുക്കുന്ന പോർഷൻസിൽ നിന്ന് ഉണ്ടാവും. ടോട്ടൽ എത്ര? 30 ക്വസ്റ്റ്യനാ? ഇല്ല, 30 അല്ലല്ലോ, 40 അല്ലേ? 10 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷും. ടീച്ചർ 18 അല്ലേ പറഞ്ഞത്? 18 പിന്നെ 10 അപർണ മിസ്, അപ്പൊ 28 പിന്നെ 2 ആതിര മിസ്. ആതിര മിസ്സിന്റെ 12 ആണോ? 12 ആയിരിക്കും, അപ്പോഴേ കറക്റ്റ് ആവുള്ളൂ. 12 ആയിരിക്കും. 12 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആതിര മിസ് എത്ര ലെസൺസ് എടുത്തിട്ടുണ്ട് അതിൽ നിന്ന്? ഒരു ലെസൺ എടുത്തിട്ടുള്ളൂ ആതിര മിസ്. ഒരു ക്വസ്റ്റ്യൻ ആണോ? ഒരു ലെസൺ ആണോ? എന്നാൽ അപർണ മിസ്സിന് 20 ക്വസ്റ്റ്യൻസ് ആവും. ഇനി അതോ ഞാൻ 28 ആണോ? അത് ഞാൻ കൺഫേം ചെയ്തിട്ടോ. ഞാൻ എന്റെ പോർഷൻ മാത്രമേ നോക്കിയുള്ളൂ. എന്നാ അപർണ മിസ് കൂടുതൽ എടുത്തിട്ടുണ്ടോ? എന്നാൽ 20 ക്വസ്റ്റ്യൻസ് ആവും. അപർണ മിസ് 3 ചാപ്റ്റർ എടുത്തിട്ടുണ്ട്, ആതിര മിസ് 1. ഓ ശരി.
മിസ്സിന് എന്തോ അത് തെറ്റിയതായിരിക്കും കേട്ടോ. ടീച്ചർ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. പറയാം അല്ലെങ്കിൽ മാമിനോട് പറയാം. എന്തായാലും ഞാനെടുത്ത പോർഷനാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നത്. യൂണിറ്റ് 7 8 ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവും അല്ലേ? പ്രോബ്ലി ഇട്ടിട്ടില്ല. ക്വസ്റ്റ്യൻ ഇട്ടിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ. കാരണം എഴുതി വരുമ്പോഴേക്കും എത്ര നമ്പർ ആയില്ലെങ്കിൽ പിന്നെ നോക്കണം. യൂണിറ്റ് 10 10-ല് 4 5 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഞാൻ ഇതുവരെ മോഡൽ എക്സാംസിന് ഒരു സബ്ജക്റ്റ് ആയിട്ട് എടുക്കുമ്പോൾ. നിങ്ങൾക്ക് ടേം അല്ലേ, ടേമിന്റെ ആവുമ്പം അതിലും കുറയുമല്ലോ. നമുക്ക് മെയിൻ എക്സാം ഒക്കെ വരുമ്പോ അതൊരു സബ്ജക്റ്റ് ആയി മാറുമല്ലേ. മെയിൻ ആയിട്ട് എക്സാം വരുമ്പോ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമല്ലോ അല്ലെ? 50 ക്വസ്റ്റ്യൻസും. അപ്പൊ ഇംഗ്ലീഷ് സെപ്പറേറ്റ് അല്ലേ? ഇംഗ്ലീഷിന്റെ 10 വരുന്നില്ലല്ലോ അവിടെ. ഇംഗ്ലീഷ് സെപ്പറേറ്റ് സബ്ജക്റ്റ് അല്ലേ? പാർട്ട് 3 40 മാർക്കിനാണോ വരുന്നത്? അതെ, കൂടുതൽ മാർക്കിനായിരിക്കില്ലേ ടീച്ചറെ? കാരണം പാർട്ട് 4 കുറച്ച് ലെസൺസ് അല്ലല്ലോ, കുറച്ചല്ലല്ലോ. പാർട്ട് 4 പക്ഷെ അതിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പക്ഷെ ചെറിയ ബുക്കാണത്, കുറച്ചുള്ളൂ പോർഷൻസ്. പാർട്ട് 4 ഇപ്പൊ ടേം എക്സാമിന്റെ കാര്യമാണോ സഫിയനോട് ചോദിക്കുന്നത്? ഇപ്പത്തെ എക്സാം, അതെ, മോഡൽ എക്സാമിന്റെ ടേം എക്സാമിന് പാർട്ട് 3ഉം 4ഉം ഒരുമിച്ചല്ലേ? അതിന് 10. അപ്പൊ ശരിയാട്ടോ. 18ഉം 10ഉം 2ഉം പാർട്ട് 3. 18 ഞാൻ 10 അപർണ മിസ്, 2 ആതിര മിസ്. പാർട്ട് 4 അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തതുകൊണ്ട് അതിന് 10 ക്വസ്റ്റ്യൻ. അപ്പൊ ശരിയായില്ലേ? 40 ആയില്ലേ? പിന്നെ ബാക്കി 10 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ്. അങ്ങനെയല്ലേ? ശരിയായില്ലേ? പാർട്ട് 4ന് 10 ക്വസ്റ്റ്യൻസേ ഉള്ളൂ ടേം എക്സാമിന്. പക്ഷെ നമ്മുടെ മെയിൻ എക്സാം വരുമ്പോ അതൊരു സബ്ജക്റ്റാ. അപ്പൊ 50 ക്വസ്റ്റ്യൻ അതിൽ നിന്ന് വരും. പാർട്ട് 4 നിങ്ങൾക്ക് ഏതെങ്കിലും ബാച്ചിന്റെ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഷെയർ ചെയ്യും മെയിൻ എക്സാമിന് മുമ്പ്. മോക്ക് ടെസ്റ്റ് നിങ്ങളുടെ ഈ ടേം എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് കിട്ടും, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും കിട്ടും. പിന്നെ അത് കൂടാതെ ഒരു ടേം 1 ടേം 2 100 ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്തിരുന്നോ? കിട്ടിയിട്ടുണ്ടോ? ക്ലാസ് റൂമില് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇതിന്റെ അല്ല, മോണ്ടിസോറിന്റെ അല്ല, പാർട്ട് 1ന്റെ എക്സാം കഴിഞ്ഞില്ലേ, അതിന്റെ ഉണ്ടായിരുന്നു. അതല്ല ഞാൻ ചോദിച്ചത്. അതിപ്പോ ഞാനത് പറഞ്ഞേക്കാം. അത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാനായിട്ട്. അതായത് 100 ക്വസ്റ്റ്യൻസ് 2 ബാച്ചിന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ടേം എക്സാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒറ്റ എക്സാം ആയിട്ട് നടത്തിയത്. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? 100 ക്വസ്റ്റ്യൻസ് 1 മണിക്കൂർ കൊണ്ട് നോക്കി പോകുമ്പോൾ ഭയങ്കര ഇതായതുകൊണ്ടാണ് നിങ്ങൾക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്തത്. മനസ്സിലായോ? അപ്പൊ 50 ക്വസ്റ്റ്യൻ അല്ലേ നമ്മൾ 1 അവറിൽ നോക്കേണ്ടതുള്ളൂ. മറ്റേതാ കുട്ടികള് 1 അവറിൽ 100 ക്വസ്റ്റ്യൻസ് വളരെ കഷ്ടപ്പെട്ട് കുറെ 100 ക്വസ്റ്റ്യനും 1 അവർ തരുള്ളൂ. മെയിൻ എക്സാമിന് അങ്ങനെയാണ്. മെയിൻ എക്സാമിന് 50 ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ, 1 അവർ ഉണ്ട്. പിന്നെ അത് മാറ്റി, ആ പാറ്റേൺ അങ്ങ് മാറ്റി. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ അത് പ്രൊവൈഡ് ചെയ്യാന്നാ പറഞ്ഞത്. 100 ക്വസ്റ്റ്യൻസ് ഇല്ലേ, അവർക്ക് കൊടുത്ത 100 ക്വസ്റ്റ്യൻസ് അത് ക്ലാസ് റൂമിൽ ഇടോ? അത് ഷെയർ ചെയ്യാനായിട്ട് പറഞ്ഞേക്കാം. അത് ഇടുമ്പോ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ഇടുന്നേ ടീച്ചർ എക്സാമിന്. തീർച്ചയായിട്ടും. വേറെ പുതിയതായിട്ട് നമ്മളത് അത് നോക്കും, പക്ഷെ ചിലപ്പോ അതൊന്നും തീരെ വന്നിട്ടില്ലെങ്കിൽ ആകെ സങ്കടമാവില്ലേ? അതൊക്കെ വരും, അങ്ങനെ വരുള്ളൂ. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാവുന്ന മുഴുവൻ ക്ലാരിഫിക്കേഷൻ ആയിരുന്നു. ഓക്കെ ഫൈൻ. അപ്പൊ ഇനിയിപ്പം അസൈൻമെന്റ് ചെയ്യുക, സർവേ ചെയ്യുക, അതിലൊന്നും ഡൗട്ട്സ് ഇല്ലല്ലോ. റെക്കോർഡ്സ് ചെയ്യുക, അതിലും ഡൗട്ട് ഇല്ലല്ലോ. FAQന്റെ കാര്യമാണ് അദീപ ചോദിച്ചത്. FAQ എന്തൊക്കെ എഴുതണം എന്ന് ചോദിച്ചു. അത് പുതുതായി ഒരു സ്കൂൾ തുടങ്ങുമ്പോൾ പാരന്റ്സിന് ഉണ്ടാകുന്ന ചില ക്വറീസ്, ലൈക്ക് സ്കൂൾ ബസ് ഉണ്ടോ, യൂണിഫോം പ്രൊവൈഡ് ചെയ്യുമോ, ടെക്സ്റ്റ് ബുക്ക് പ്രൊവൈഡ് ചെയ്യുമോ, ടൈം എപ്പോഴാണ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടോ, ഫീ സ്ട്രക്ചർ എങ്ങനെയാണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എഴുതിയ FAQs ഞാനൊന്ന് ഷെയർ ചെയ്യും. ഓക്കെ, സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ഉണ്ടോ ആരെങ്കിലും? Yes, please. ആരുമില്ലേ? ഇന്ന് ആരും വോട്ട് ചെയ്തിട്ടില്ല. ടീച്ചർ ഒരു പാട്ട് പാടുമോ? ടീച്ചറുടെ ഒരു പാട്ടൊന്ന് ഞാൻ കേട്ടോക്കട്ടെ. പണിയാണ് കേട്ടോ. ഞാനതൊക്കെ കേൾക്കുന്ന വളരെ, എങ്ങനെ ആരും പാട്ട് പാടിയാലും അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യും കേൾക്കുന്നവരെ. പക്ഷെ ഞാൻ എങ്ങനെ പാട്ട് പാടുന്നുള്ളത് മാത്രമാണ് എനിക്ക് പറ്റാത്ത കാര്യം.
ടീച്ചർക്ക് ഒരു ടാസ്ക് തരികയാണ്. ടീച്ചർ ഇപ്പൊ ഒരു പാട്ട് പാടിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് തരികയാണെങ്കിൽ ടീച്ചർ എന്ത് ചെയ്യും? ചെയ്യില്ലേ? ഞാൻ ഇവിടുന്ന് ഞാൻ എന്താ ഓഡിയോ വീഡിയോ ഓഫ് ചെയ്തങ്ങനെ ഇരിക്കും. അപ്പൊ ഞങ്ങളെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കാം എന്നുള്ള ഉദ്ദേശമാണ് ടീച്ചർക്ക് അല്ലേ? എന്റെ പണി കൊടുക്കാന്നുള്ളതാണല്ലോ എന്റെ പണി. പണി വാങ്ങിക്കാന്നുള്ള പണി എനിക്കില്ല. കൊറേ പേരൊക്കെ അല്ല ടീച്ചർ അല്ലല്ല ടീച്ചർ ഒന്ന് പാടിക്കോളൂ, കുഴപ്പമില്ല. ഞങ്ങള് മാത്രല്ലേ ഉള്ളൂ, കുറച്ച് കുട്ടികളേ ഉള്ളൂ. റെക്കോർഡ് ചെയ്യുവാണേ. നമുക്ക് വേണമെങ്കിൽ സഫിക്ക് എത്ര ആഗ്രഹമാണെങ്കിലും നിങ്ങൾ വൈവയ്ക്ക് ഒരു പാട്ട് പാടിക്കാം. ഓക്കെ, അങ്ങനെയെങ്കിലും വൈവയ്ക്ക് എല്ലാരും കേട്ടെ അല്ലേ? ടീച്ചറെ പാട്ട് കേൾക്കാൻ വേണ്ടി എല്ലാരും കേറും. നമുക്ക് നോക്കാം. റെക്കോർഡ് ചെയ്താലും കുഴപ്പമില്ലല്ലേ? നമ്മുടെ ടീച്ചറുടെ പാട്ട് ഞങ്ങൾ കേൾക്കണേന് ഇപ്പൊ എന്താ? ഞാൻ പാട്ട് പഠിച്ചിരുന്നു സഫിയ, ചെറുപ്രായത്തില് ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ട്രോമ വന്നു, അതാണ് പിന്നെ പാടാത്തത്. ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്റെ പാട്ട് ടീച്ചറെ. ഭയങ്കര നിറയെ മുടിയൊക്കെ ഉള്ള ഒരു ടീച്ചറായിരുന്നു കേട്ടോ. ഞാൻ 5th എന്തോ പഠിച്ചു. ടീച്ചർ രാവിലെ എന്തോ കിച്ചണിൽ കയറി പണ്ട് അടുപ്പൊക്കെ ഉണ്ടല്ലോ, അപ്പം ടീച്ചറുടെ ഡ്രസ്സിലേക്ക് തീ പടർന്ന് ആൾക്ക് പൊള്ളി. ഞാൻ അമ്പലത്തിലേക്ക് പോകുന്ന വഴി, രാവിലെ പോകുന്ന വഴി ഞാനിത് കാണുമോ, ടീച്ചറെയും കൊണ്ട് ഒരു ഓട്ടോ ഇല്ല, ടീച്ചറുടെ ബ്രദറിന് ഓട്ടോ ഉണ്ട്. പെട്ടെന്ന് വേറെ വണ്ടിയൊന്നും അറേഞ്ച് ചെയ്യാൻ പറ്റും, ടീച്ചറെയും കൊണ്ട് പോകുന്നതും കാണാം. അപ്പോഴാണ് അവിടെ നിന്നവരൊക്കെ എന്താ ഏതാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. അവിടെ നിന്നവരിങ്ങനെ പറയണത്. പിന്നെ ടീച്ചർ മരിച്ചുപോയി. അതോടുകൂടി ഞാൻ പുതിയ ടീച്ചർ വന്നു, ഞാൻ പിന്നെ പാട്ട് പഠിക്കാൻ പോയില്ല. എനിക്കത് ശരിക്കും എന്റെ ആ ഒരു ചെറുപ്രായത്തിലൊരു ട്രോമയാണ്. എനിക്ക് വരില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ മേ ബി തന്നെത്താനെ എന്തെങ്കിലും പാട്ട് ആരെങ്കിലും പാടുമ്പോ അതിന്റെ ഒപ്പം ഇങ്ങനെ പാടുമായിരിക്കും. പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ വന്ന് നിൽക്കും. എനിക്ക് അത് ഒട്ടും വരില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു സംഭവമായിട്ടാണ് ആ ടീച്ചർ പോയത്, മരിച്ചത്? പൊള്ളലേറ്റു, ശരിക്കും പൊള്ളി ടീച്ചർക്ക്. ഡ്രസ്സ് അതുപോലത്തെ ആയിരുന്നിരിക്കാം, ഡ്രസ്സിലേക്ക് ഭയങ്കരമായിട്ട്. അപ്പൊ ഞാൻ പോകുമ്പോ ഞാൻ കാണുന്നത് നല്ല നീളമുള്ള മുടിയല്ലേ, മുടി ഇങ്ങനെ ഉണ്ട്. ടീച്ചറുടെ ബ്രദറിനെ എനിക്കറിയാം. പെട്ടെന്ന് ഞാൻ നോക്കിയത് എന്താന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ആളെ ഇങ്ങനെ അങ്ങനെ കൊണ്ടുപോവുക. അപ്പോഴാണ് അവിടെ നിന്ന്, അമ്പലത്തിന്റെ തൊട്ടടുത്ത ടീച്ചറുടെ വീട്, അവിടെ നിന്ന് ആൾക്കാരിങ്ങനെ പറയണത് ഇങ്ങനെ പൊള്ളലേറ്റു. 2 ദിവസം എന്തോ കഴിഞ്ഞപ്പോഴേക്കും ടീച്ചർ മരിച്ചു എന്നുള്ള വിവരം അറിയുന്നു. പുതിയ ടീച്ചർ അവിടെ വന്നു പഠിപ്പിക്കാനൊക്കെ, പക്ഷെ ഞാൻ പിന്നെ പോയില്ല. അതന്ന് സംഭവിച്ച ആ ഒരു ഇത് എനിക്ക് ഇങ്ങനെ പിന്നെ പുറത്തേക്ക് വരാനൊന്നും പറ്റിയിട്ടില്ല. അത് ഞാൻ കാണുകയും കൂടി ചെയ്തല്ലോ, പിന്നെ പോയില്ല. ഭയങ്കര പാട്ടൊന്നും പാടില്ലായിരുന്നു, പക്ഷെ ഇങ്ങനെ ചെറുപ്രായത്തിൽ നമ്മൾ പഠിക്കാൻ പോയപ്പോ ഇങ്ങനെ ക്ലാസിക്കൽ ഇതായിരുന്നു, ശാസ്ത്രീയ സംഗീതമായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഒരുമിച്ചിരുന്ന് ഇങ്ങനെ എല്ലാവരുമായിട്ട് പാടുമായിരുന്നു. ഏകദേശം ഒരു 6 months പഠിച്ചു. 6 months പഠിച്ച് മോള് വയലിൻ വായിക്കുമ്പോൾ ഈ ശാസ്ത്രീയ സംഗീതത്തിന്റെ പലതുമാണല്ലോ വയലിന് വരുന്നത്. ആ മ്യൂസിക്കിന്റെ കൂടെ ഞാനിങ്ങനെ മനസ്സിൽ പാടും, പക്ഷെ എനിക്ക് അത് പുറത്തേക്ക് വരില്ല. അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. എനിക്കതിങ്ങനെ വന്ന് ബ്ലോക്ക് ചെയ്തിരിക്കും. ഓക്കെ, എനിവേ എനിക്ക് ഇഷ്ടമാണ് പാട്ട്. നല്ലപോലെ ബ്ലെസ്ഡ് ആയിട്ടുള്ള കുറെ പേരുടെ പാട്ട് എനിക്ക് ഇതിനകത്ത് പല പല ബാച്ചിലും കേൾക്കാനും പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ഓക്കെ, നമുക്ക് കാണാം. ഓക്കെ ടീച്ചർ, പിന്നെ കാണാം. ഓക്കെ, ബൈ. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു മിസ്.